ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപയാൽ കർത്താവ് ഞങ്ങളെ അവിടുന്ന് വഴി നടത്തുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കാലത്തെ കർത്താവ് സകല ശുശ്രൂഷകളെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടുന്ന് കർത്താവെ ഞങ്ങളെ വഴി നടത്തണം. കർത്താവെ അവിടുത്തെ ഹല്ലേലൂയ വചനത്താൽ കർത്താവ് ഞങ്ങൾ കർത്താവെ അവിടെ കർത്താവെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കർത്താവെ ഹല്ലേലൂയ കർത്താവെ എടുക്കുവാനില്ല. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ സകല കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം എന്ന് കടന്നു കുടുംബങ്ങളെ ഓരോ ആത്മാക്കളെയും കർത്താവിന്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കർത്താവെ അവിടുത്തെ ഹല്ലേലൂയ ഗാനങ്ങൾ പാടി ആരാധിക്കുവാൻ പ്രിയ ബിനോയ് പാസ്റ്റർ കർത്താവിന്റെ കരങ്ങൾ തരുന്നു. ദേവദാസിനെ അവിടുന്ന് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ ഗാനങ്ങൾ പാടി ആരാധിക്കുവാൻ ഒരു ആത്മീയ കേൾക്കുന്നില്ലല്ലോ. പ്രൈസ് ലോർഡ്. സ്റ്റാർട്ട് ചെയ്തായിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ട് പോയതാ. ആണോ? സ്തോത്രം. ഹല്ലേലൂയ. സ്റ്റാൻലി പാസ്റ്റർ കേറിയില്ലല്ലോ. പാസ്റ്ററെ പെട്ടെന്ന് കേറിയിട്ടുണ്ട്. കൊടുത്തോ? നാമത്തിൽ ഹല്ലേലൂയ ആദരവോടെ വർഷിപ്പിനായി പ്രൈസ് ലോർഡ്. സ്റ്റാൻലി പാസ്റ്ററെ വർഷിപ്പ് ചെയ്തോ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർമ്മയിൽ പ്രയർ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ മീറ്റിങ്ങിൽ എനിക്കും കടന്നു വരുവാൻ ദൈവം ഭാഗ്യം തന്നു. വളരെയധികം സന്തോഷം. എൻ്റെ ഓഡിയോ ക്ലിയർ ആണെന്ന് കേൾക്കുന്നെന്ന് ഞാൻ കരുതുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചില സമയങ്ങൾ കർത്താവിനെ പാടുവാൻ കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പാസ്റ്റർ കേൾക്കാമുണ്ടോ? ആരും വീഡിയോ ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് ഞാനും വീഡിയോ ഓപ്പൺ ചെയ്യാത്തത്. എല്ലാവരും കറുത്ത ഒരു പ്രതലം മാത്രമേ കാണാനുള്ളൂ. കഴിവതും എല്ലാവരും വീഡിയോ ഓൺ ആക്കുന്നതായിരിക്കും നല്ലത്. അത് ശുശ്രൂഷിക്കുന്നവർക്ക് അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കറുത്ത പ്രതലത്തിൽ നോക്കി പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആരുമില്ലാത്ത ഒരു മൂകസാക്ഷി പോലെ ഇരുന്ന് പാടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ബിനോയ് പാസ്റ്റർ ഉള്ളത് കൊണ്ട് ദൈവകൃപ ദേവദാസനെങ്കിലും വീഡിയോ ഓപ്പൺ ചെയ്യും. നമ്മൾ കഴിയുന്നവരൊക്കെ നിങ്ങളൊക്കെ അന്ന് വീഡിയോകൾ ഓപ്പൺ ചെയ്താട്ടെ പ്രിയരെ. വെറുതെ നമ്മൾ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വെറുതെ കയറിയതല്ല. പ്രിയ അഭിഷേകത്തിലൂടെ വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി മാറണം. അഭിഷേകിക്കുന്ന ഓരോ വാക്കും പഴയ നിയമഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത് പോലെ അപ്പാ ഓരോ വാക്കും എൻ്റെ ജീവിതത്തിൽ കുത്തുകൊള്ളണം എന്ന് പറയുന്ന ഒരു സന്തോഷത്തോടെ ദൈവത്തിലായിരിക്കണം. കഴിയുന്നവർ അത് സാഹചര്യമുള്ളവർ നിങ്ങൾ വീഡിയോകൾ ഓപ്പൺ ചെയ്യുക. ചില ഗാനങ്ങൾ തുടർന്ന് പാടി കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. ആപത്തുകളിൽ, അനർത്ഥങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന്, നിരാശയിൽ നിന്ന് നമ്മെ വിടുവിച്ച ഒരു നല്ല ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ്
നമ്മൾ പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് പാടുവാനും ആരാധിക്കുവാനും ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കറുത്ത പ്രതലത്തിൽ വെളുത്ത ലെറ്റർ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ശവപ്പറമ്പാണ് ഓർമ്മ വരുന്നത്. കാരണം മാർബിൾ, കറുത്ത മാർബിൾ ഇട്ട് അതിൻ്റെ പുറത്ത് വെളുത്ത ലെറ്ററുകളായിരിക്കും. അപ്പോൾ കല്ലറയുടെ ഒരു പ്രതീതിയാണ് തോന്നുന്നത്. കല്ലറയ്ക്ക് അകത്ത് ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ആളുണ്ട്, പക്ഷേ പുറത്ത് വരുമോ എന്ന് ചോദിച്ചാൽ വരത്തില്ല, നാറ്റം വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കഴിയുന്നവരൊക്കെ ദയവായി നിങ്ങൾ വീടുകൾ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ മുകുളങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നന്ദിയോടെ ഇന്ന് രാത്രികാലം ദൈവപാദപീഠം നമുക്ക് ഒരുമിച്ചായിരിക്കാം. ആത്മാർത്ഥമായി ചില ഗാനങ്ങൾ പാടി ഈ നല്ല ദൈവത്തിൻ്റെ സ്നേഹത്തെ ഉയർത്താൻ കഴിയട്ടെ. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എത്രയോ പേർക്ക് ഇന്നത്തെ ദിവസം കാണാൻ കഴിയാതിരിക്കുമ്പോൾ, എത്രയോ പേർക്ക് ഈ ദൈവത്തെ ഇന്ന് സ്തുതിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, കൈവെക്കാതിരിക്കാൻ കഴിയുമ്പോൾ, വാതുറക്കാൻ കഴിയാതിരിക്കുമ്പോൾ, നമുക്ക് തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർക്കുമ്പോൾ ഈ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാൻ കഴിയണം. ആമേൻ. ഞാനൊരു കൺവെൻഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓടിയാണ് ഞാൻ ഈ മീറ്റിങ്ങിന് വരുന്നത്. ഹല്ലേലൂയ. പ്രിയ അഭിഷിക്തൻ കൂടെ ഉള്ളത് കൊണ്ട് വളരെയധികം സന്തോഷം. ഒരു പ്രാവശ്യം കൂടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, വെറുതെ ഒരു നിമിഷം പോലും പാഴാക്കി കളയാൻ പാടില്ല. ആമേൻ. ഹല്ലേലൂയ. ആ നല്ല ദൈവിക സ്നേഹത്തെ പാടുന്ന ഒരു മനോഹരമായ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനശിശുവിൽ ഞങ്ങൾ ആരംഭിക്കുന്നു. ഗാനങ്ങൾ അറിയാമെങ്കിൽ നിങ്ങളും ചേർന്ന് പാടുക. ദൈവം അനുഗ്രഹിക്കട്ടെ.
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള എത്ര പേരുണ്ട് പ്രിയരെ? കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ പാടിയത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഒന്നിനും കുറവില്ലാതെ ജനിച്ച നാൾ മുതൽ ഈ 2025 നമ്മെ ക്ഷേമമായി നടത്തുന്ന ദൈവസ്നേഹം. ഹല്ലേലൂയ. ഈ ദൈവസ്നേഹത്തെ ഓർത്താൽ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ ആരാധിക്കാൻ കഴിയും പ്രിയരെ? ഹല്ലേലൂയ. കൂടെ നടന്നവർ, കൂടെ പിറപ്പുകൾ, കൂടെ സ്നേഹിച്ചവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി കടന്നുപോയപ്പോൾ ഇന്ന് നിൽക്കാൻ ഒരു കാരണമുണ്ട്, ഇന്ന് നടക്കുവാൻ ഒരു കാരണമുണ്ട്. അതെന്റെ യേശുവിന്റെ സ്നേഹം മാത്രം. നമുക്കറിയാം, ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോ ആഹാബിന്റെ ജീവിതം ഒന്ന് എടുത്താൽ, ആഹാബ് ആശ്രയിച്ചത് തന്റെ രഥത്തിൽ, തന്റെ കുതിരയുടെ ശക്തിയിലായിരുന്നു. അതിനെ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയില്ല എന്ന ചിന്തകൾ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച ഏലിയാവിനെ ആത്മാവ് രഥത്തിന്റെ മുൻപിൽ ഓടുവാൻ പ്രാപ്തനാക്കിയെങ്കിൽ ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, മനുഷ്യരിൽ ആശ്രയിക്കാതെ, കുതിരകളിൽ ആശ്രയിക്കാതെ, രഥങ്ങളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ ഏത് വിഷയത്തിനകത്തോ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുമെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ പറയണം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുവിൻ. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. കാലഘട്ടവും കമ്പ്യൂട്ടർ യുഗവും ഒരുപോലെ വിളിച്ചു പറയുകയാണ്, എന്റെ യേശുവിന്റെ വരവ് വാതിൽക്കലെത്തി നിൽക്കുന്നു. കർമ്മേൽ പ്രേയറിന്റെ ഈ കൂട്ടായ്മകൾ അനേകം പേരുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറട്ടെ പ്രിയരെ. അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം എന്താണ്, ദൈവം ആരാണ്, ഈ ദൈവത്തെ ആരാധിച്ചാൽ എന്താണ് എന്നൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ ഇടവരും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദൈവത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്യരുത്. എന്ത് ചെയ്യരുത്? ഈ ദൈവത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണം? ഈ ദൈവത്തെ നമ്മൾ ടേസ്റ്റ് ചെയ്യണം. എത്ര പേർക്ക് സന്തോഷത്തോടെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ആവേശത്തോടെ സ്തുതിക്കാൻ കഴിയുന്നു? പ്രിയരെ, കൊറോണ എന്റെ ജീവിതത്തിൽ വളരെ നിരാശകളും അതുപോലെ അപ്പുറമായി ദൈവ കൃപകളും തന്ന വർഷമാണ്. ഞാൻ പറഞ്ഞത്, എന്റെ കൂടെ ആരാധിച്ച ഒത്തിരി പേരെ കാണാനില്ല പ്രിയരെ. ഒരുമിച്ചിരുന്ന് ഒരു പായിലിരുന്ന് ആഹാരം കഴിച്ച് ഒത്തിരി പേരെ എന്റെ കണ്ണിന്റെ മുന്നാലെ പ്ലാസ്റ്റിക് കവറിൽ മൂടി കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നും എന്റെ മെടുക്കല്ല പ്രിയരെ. ഒത്തിരി പ്രതിസന്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിസന്ധി ഉണ്ട്. ഒത്തിരി രോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കഷ്ടതയും കണ്ണുനീരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രതികൂലങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാ വചനം പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി കൈവിടുന്ന ദൈവമല്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അതുകൊണ്ടല്ല ഇന്ന് ചിരിച്ച മുഖത്തോടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരാൻ കാരണം. വചനം പറയുന്നു, ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ഇതുവരെ ലജ്ജിച്ചു പോയില്ല. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, നമ്മെയും ചേർത്തിടുവാ, കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. ഓ, കണ്ണുനീർ തുടയ്ക്കും. അനുഭവമുള്ള ദൈവജനത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഈ ദൈവത്തെ അനുഭവിച്ചവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ലെന്ന്. ഒന്നിനും കൊള്ളാതിരുന്ന എന്റെ ജീവിതത്തെ, ഒരു മൂളിപ്പാട്ട് പോലും പാടാതിരുന്ന എന്റെ ജീവിതത്തെ ഇന്ന് അനേക ദേശങ്ങളിൽ കടന്നുപോയി പാട്ടുകാരനേക്കാൾ ഉപരി എന്റെ ക്രിസ്തുവിനെ സാക്ഷിയാക്കാൻ എനിക്ക് ഭാഗ്യം തന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയും, ഇതുപോലെ ആരാധിക്കാൻ കൊള്ളാകുന്ന ഒരു ദൈവം വേറെ ഇല്ല. ഇറ്റ്സ് ഓൺലി വൺ ഗാഡ്. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ അപ്പാ എൻ പ്രിയ രക്ഷകനെ, സുന്ദര രൂപനെ, വന്നിതനാഥനെ, മാറാനാഥ, കരുണാനിധിയെ, കാൽവരി അൻപേ, നീ മാത്രമാണ് എനിക്കാധാരം.
കരുണാനിധിയേ കാൽവരി അൻപേ നീ മാത്രമാണി ആധാരം. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും വീഡിയോകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആമേൻ ആമേൻ ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവിക സ്നേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആമേൻ. മിക്ക സൂം പ്ലാറ്റ്ഫോമുകളിലെ കയറുമ്പോൾ ഭയങ്കര വിഷമമാണ് പ്രിയരെ. അല്ലെങ്കിൽ ഒത്തിരി പേരൊന്നും ഒന്നോ രണ്ടോ പേർ മാത്രം വീഡിയോ ആയിരിക്കും. ആമേൻ. എന്നാൽ എല്ലാവരും വന്നതോർത്ത് വളരെ സന്തോഷം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ചില വരികൾ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. കൈയടിക്കാൻ കഴിയുന്നവർ കൈയടിച്ച് ആത്മാവിൽ അല്പസമയം സെരുബാബേലിന്റെ മുന്നിലുള്ള മഹാപർവ്വതം കൃപ കൃപ എന്ന് ആർപ്പിട്ടപ്പോൾ ആ പർവ്വതം സമഭൂമിയായെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, ഹല്ലേലൂയ പരാജയങ്ങൾ, ഹല്ലേലൂയ നിന്ദകൾ, അതെല്ലാം മാറ്റുന്ന ദൈവത്തിന്റെ കൃപ അത് കുടുംബത്തിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, തലമുറകളിലേക്ക് ആഞ്ഞടിക്കുവാനിട വരട്ടെ. നമുക്ക് ചേർന്ന് പാടി സ്തുതിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. Praise the Lord.
അനുഭവമുള്ളവർക്ക് സ്തുതിക്കാൻ കഴിയത്തുള്ളൂ പ്രിയരെ. ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ അവസ്ഥകൾ അനുഭവിച്ചവരല്ലേ നമ്മൾ. 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് കരഞ്ഞത് ഓർക്കുന്നുണ്ടോ പ്രിയരെ? എന്നെ സഹായിപ്പാൻ, എന്നെ സ്നേഹിക്കാൻ, എന്റെ കണ്ണുനീരൊന്ന് തുടയ്ക്കാൻ ആരുമില്ല എന്ന് നിലവിളിച്ച സ്ഥാനത്ത് നിന്ന എന്നെ നിങ്ങളെ കൈക്ക് പിടിച്ച് ദൈവം ഇതുവരെ കൊണ്ടുവന്നത്. ഈ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പാട്ടുകാരൻ ഭജന പറയുന്നത് പോലെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി അപ്പാ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നിരത്തിലല്ല തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നിരത്തിലല്ല ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച അവസരങ്ങൾ, ഇനി മരണമാണോ ആത്മഹത്യയാണോ ചിന്തിച്ച അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. വന്ന വഴികൾ ഒന്നോത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ. വന്ന വഴികൾ ഒന്നോത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ. നന്ദിയല്ല ഇല്ലൊന്നുമില്ല. ജീവിതത്തിൽ മനോവധകൾ മാത്രം ജീവിതത്തിൽ കണ്ടിട്ടില്ലേ? അല്ല, എന്നാൽ ഈ ദൈവം നമ്മോട് മനസ്സലിഞ്ഞില്ലേ? പാപ പരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന ദൈവം, എണ്ണമില്ലാത്ത പാപത്തെ നമ്മിൽ നിന്ന് മായ്ച്ചു തന്ന ദൈവം. ഇന്നും ഏകാന്തത തളം കെട്ടിയിരിക്കുന്ന ജീവിതങ്ങൾ, ഇന്നും ഒത്തിരി പ്രാർത്ഥനാവശ്യങ്ങളുണ്ട്. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ഈ 2025 ഇതുവരെ ഉള്ളതുപോലെ അല്ല. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, നിന്റെ സങ്കടങ്ങളെ കാണുന്ന ഒരു ദൈവം നിന്റെ മുറിക്കുള്ളിൽ ഇറങ്ങി വരും. മനോവേദകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു അപ്പാ. മനോവേദകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയകാട്ടിനി. ഇരുളേറും ചേർന്ന് ഇരുളേറും പാതയിലല്ല അപ്പാ ഇതുവരെയും താങ്ങിയല്ലോ യേശുവേ. ഇരുളേറും പാതയിലല്ല ഇതുവരെ. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്താൽ ഒരു തുള്ളി കണ്ണുനീർ വരാതെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഒരിച്ച് കണ്ണുനീർ വരാതെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? അത് എന്തെങ്കിലുമൊക്കെ ആയെങ്കിൽ, അത് എന്തെങ്കിലും ഹല്ലേലൂയ നല്ല സാമ്പത്തിക സ്ഥിതിക്ക് വന്നെങ്കിൽ അത് നന്ദി എൻ്റെ നിങ്ങളെ മിടുക്കല്ല, അത് നമ്മുടെ കഴിവല്ല, അത് എൻ്റെ യേശുവിന്റെ സ്നേഹമാണത്. അതാ പാട്ടുകാരൻ അനുഭവത്തിലൂടെ പാടിയത്. ഇരുളേറും പാതയിലല്ല ഇതുവരെയും. ഹല്ലേലൂയ. വന്ന വഴികളൊന്ന് ആലോചിച്ചാൽ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയില്ല. കടന്നു വന്ന പാതകളൊന്ന് പിറകോട്ടിറങ്ങി ചിന്തിച്ചാൽ ഇതുവരെ എങ്ങനെ വന്നതാണെന്ന് അറിയില്ല, ഇതുവരെ കടന്നു വന്ന പാതകൾ അറിയില്ല. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം,
നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. ഇതുവരെ ഹല്ലേലൂയ ഈ കാർമൽ പ്രയറിൽ എനിക്കും എൻ്റെ മകൾക്കും പാടുവാൻ ഒരു അവസരം ദൈവം കൃപയാൽ തന്നു. ഇതിന്മേൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ ബിനോയ് പാസ്റ്ററിനെ ഓർക്കുകയാണ്. പ്രിയ അഭിഷിക്ത ദേവദാസൻ എന്നു മുതൽ ഞങ്ങളോട് കൂട്ടുകൂടി അന്ന് മുതൽ ഒത്തിരി മീറ്റിങ്ങുകൾ എനിക്ക് ദൈവദാസൻ തരാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. അത് മാത്രമല്ല ഹല്ലേലൂയ, പ്രിയ ദേവദാസന്റെ ശുശ്രൂഷകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. പ്രിയ ദേവദാസനെ തുടർന്ന് അനുഗ്രഹിക്കട്ടെ. പ്രിയ ദേവദാസന്റെ വായിൽ നിന്നും വരുന്ന വചനങ്ങൾ പ്രിയരെ നമ്മൾ ഓരോരുത്തരും പറയണം, എന്നോട് സംസാരിക്കണം, അത് എനിക്കുള്ളതായിരിക്കണം. ദേവദാസനെ അനുഗ്രഹിക്കട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന സുധുൻ കുമാർ ദേവദാസനെ ഓർക്കുന്നു. ദേവദാസനെ കുടുംബമാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആശ, അതുപോലെ സുനിത, അതുപോലെ സുധ, അതുപോലെ ഷിവി, ഹല്ലേലൂയ, സിൽവി, അതുപോലെ റോസമ്മ, മിനി, ഗ്രേസി, ഷൈനി, സുശീല, മോനിഷ, അതുപോലെ അജിത്ത്, അഭിഷേക്, ജോയമ്മ ദേവദാസി, ബ്ലസ്സി, ഹല്ലേലൂയ, രശ്മി, വിനോദ്, അതുപോലെ ഷീബ, അതുപോലെ പോൾ ജോസ് ദേവദാസൻ, അതുപോലെ ആശ, എല്ലാവർക്കും ഇതെല്ലാം അത് വീഡിയോ ഓപ്പൺ ചെയ്ത ഡിവൈസുകളാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ദൈവമക്കളെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇതിനകത്ത് പ്രവേശിച്ചിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു റിക്വസ്റ്റും കൂടി ഞാൻ പറയുകയാണ്. ഞാൻ കൃപയാൽ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം ഒരു മനോഹരമായ ഗാനം പാടുവാൻ ദൈവം ഭാഗ്യം തന്നു. അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് തന്നെയാണ് യൂട്യൂബിൻ്റെ പേര്, സ്റ്റാൻലി LJ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. കാണുക, ഷെയർ ചെയ്യുക. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാന ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയ ദേവദാസനെ ബലപ്പെടുത്തിയതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാറിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കർത്താവേ, നമ്മളെ കണ്ണിൻ മണി പോലെ സൂക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കർത്താവേ, നമുക്ക് പറയുവാനൊന്നുമില്ല. ദൈവത്തിന്റെ കൃപയല്ലാതെ ഹല്ലേലൂയ ഇന്നായിരിക്കുന്നവർ എല്ലാവരും ദുഃഖത്തിലും സങ്കടത്തിലും പ്രയാസത്തിലൂടെ കടന്നുപോയപ്പോഴൊക്കെ അപ്പൻ കരം പിടിച്ച് നമ്മളെ നിലത്ത് നിർത്തിയതും അല്ലാതെ നമുക്കൊന്നും പറയുവാനില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കുവാൻ നമ്മുടെ ബന്ധുക്കാരോ സ്വന്തക്കാരോ ആരും ഇല്ലാത്ത സമയത്ത് കർത്താവാണ് നമ്മളെ കരം പിടിച്ച് ഇത്രത്തോളം നയിച്ചത്. സ്തോത്രം. വന്ന വഴികൾ ഓർത്താൽ ഹല്ലേലൂയ നമുക്ക് വേറെ ഒന്നും പറയുവാനില്ല. സ്തോത്രം. കർത്താവെ, ആ വഴികൾ കർത്താവെ തെളിച്ചു തന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അല്ലെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ കർത്താവെ ജീവനോടെ നിൽക്കുവാൻ ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിന്നാണ് ദൈവം നമ്മളെ ജീവനോടെ നിലനിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആർക്കും കർത്താവെ പ്രശംസിക്കുവാൻ ഈ ഇരിക്കുന്ന ആർക്കും ഒരു യോഗ്യതയില്ലായിരുന്നു. സ്തോത്രം. യോഗ്യരാക്കി തീർത്തത് സ്വർഗസ്ഥനായ ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് വിശിഷ്ട ദൈവദാസൻ കർത്താവെ പാടിയ പാട്ടുകൾ കർത്താവെ ദൈവം അനുഗ്രഹിച്ച് കർത്താവെ നമുക്ക് ഇത്ര നേരം ഹല്ലേലൂയ ഒരു ആത്മീക നിറവ് തന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദേവദാസനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക ഇടങ്ങളിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ മനോഹരമായ ഗാനങ്ങൾ പാടി ആരാധിക്കുവാനുള്ള ദൈവം കൃപയും ശക്തിയും ബലവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ കർത്താവെ എല്ലാ കാലവും സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നമുക്ക് അടുത്തതായി ഹല്ലേലൂയ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനും നിത്യനുമായ ദൈവമേ, കർത്താവെ, ഞങ്ങൾ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഈ വിശുദ്ധ സന്ധ്യാസമയത്ത് ഈ പ്രാർത്ഥന കൂട്ടായ്മ അപ്പന്റെ കരങ്ങൾ തരും. അപ്പൊ അവിടുത്തെ കൃപയാൽ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കൂട്ടിവരുത്തിയത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹമാക്കി മാറ്റിയതിനാൽ ദൈവത്തിലെ സ്വർഗത്തിലെ ദൈവം കർത്താവ് ഞങ്ങളുടെ കൂടെ കർത്താവ് 2-3 പേർ കർത്താവ് നിന്റെ നാമത്തിൽ കൂടി വരുന്നതിന്റെ മധ്യേ അപ്പന്റെ നിറ സാന്നിധ്യത്തിന് രാത്രികാലം അനുഭവിക്കുവാൻ ഇടയായത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കടന്നു വന്ന ഓരോ മക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൽ നിറയ്ക്കണം. ശക്തിയോടെ ഞങ്ങൾ കർത്താവ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കർത്താവ് വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്നു പ്രിയാതടയ ദൈവദാസൻ വിനയ് പാസ്റ്റർ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി കേൾപ്പിക്കുന്ന വചനം കർത്താവെ അദ്ദേഹത്തിനും കർത്താവെ കേൾക്കുന്ന ഞങ്ങൾക്കും ഒരുപോലെ ദൈവിക അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ദൈവം അവിടുന്ന് പ്രാർത്ഥനാ മുറിയിൽ നൽകി കൊടുത്തിരിക്കുന്ന ആ സുവിശേഷം കർത്താവ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിപരമായി കർത്താവിന്റെ വചനത്താൽ കർത്താവ് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ കർത്താവെ ആദരവോടെ കർത്താവിന്റെ നാമത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി ആത്മാർത്ഥമായി ദൈവസന്നിധിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും.
ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിങ്ങിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ വലിയവനായ ദൈവം എനിക്ക് ബലപ്പെടുത്തുന്ന കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോൾ ഗൂഗിൾ മീറ്റിലായിരുന്നു. ഈ പ്രാവശ്യം സൂം പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ പ്രിയ ഗ്രേസി ആൻറ്റി ഒത്തിരി കഷ്ടപ്പെട്ടു. ഒരുക്കിയ എല്ലാ ആത്മാർത്ഥതയ്ക്കും നന്ദി അറിയിക്കുന്നു. വിശേഷിയാൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ആ ഡിവൈസ് ഒന്ന് മ്യൂട്ട് ആക്കണേ, ദൈവനാമത്തിൽ ഓർത്ത്. ഞാൻ കോ ഹോസ്റ്റേഴ്സ് ആക്കുന്നവർക്കും നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എനിവേ, ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ സുധിൻ കുമാർ ആലയോർ ദൈവത്തെ സ്തുതിക്കുന്ന. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോയ്മൻ കുണ്ട്ര പാസ്റ്ററിൻ്റെ സൂം മീറ്റിങ്ങിൽ പാടിയൊരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ ഞാൻ ഓർക്കുന്നു. ആ സൂമിൽ വന്നപ്പോൾ അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷിയാൽ ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ സ്നേഹ തുല്യം ക്രിസ്തുവിൽ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ പാസ്റ്റർ സ്റ്റാൻലി ഈ വർഷിപ്പ് ഈ മീറ്റിങ്ങിൽ ചെയ്തപ്പോൾ വളരെ അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം പല മീറ്റിങ്ങുകൾക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കുവാൻ കർത്താവ് മുഖാന്തരങ്ങളെ ഒരുക്കി. ഞാൻ കയറുന്ന മീറ്റിങ്ങിലൊക്കെയും അത് വിളിക്കുന്നവർ പറയും സ്റ്റാൻലി പാസ്റ്റർ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു അഭിഷേകമാണ്. നിങ്ങൾ എത്ര വീഡിയോ ഓഫാക്കിയിരുന്നാലും തന്നെ വീഡിയോയിൽ വരും. കാരണം മറഞ്ഞിരിക്കുവാൻ ഇടയാക്കത്തില്ല, ആരാധനയിൽ വെളിപ്പെട്ട് വരും. അപ്പോൾ ദൈവം പ്രിയ കർത്താസനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിവാസന ഭയങ്കര തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ തിരക്കിനിടയിൽ കടന്നു വന്നതിന് ഒത്തിരി നന്ദി. ഒരുമിച്ചുള്ള ശുശ്രൂഷ അനുഗ്രഹമായി മാറട്ടെ. ഈ കാലഘട്ടത്തിൽ കർത്താവ് ഉപയോഗിക്കുന്ന കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ കർമ്മേൽ പ്രയർ മിനിസ്ട്രിക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും എൻ്റെ മൂത്ത സഹോദരിക്ക് തുല്യം ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഗ്രേസി ആൻറ്റിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മിക്കവാറും എന്നെ എൻ്റെ വൈഫിനെയൊക്കെ വിളിക്കും, ചില ഉപദേശങ്ങളൊക്കെ തരും. അത് പക്ഷേ ഇൻഡയറക്റ്റായിട്ടാണ് തരുന്ന പല കാര്യങ്ങളും. കാരണം എനിക്കറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹോസ്പിറ്റലൊക്കെ മാനേജരായിട്ടൊക്കെ 10-100 വരെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ദേവദാസൻ ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അത് ഞാൻ അംഗീകരിക്കുകയും ഞാൻ വളരെ ആദരിക്കുകയും ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പ്രിയ കർത്താസി എന്നെ ക്ഷണിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം ദൈവദാസന്മാര് ദൈവദാസിമാര് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. എൻ്റെ പ്രിയ ആത്മാർത്ഥ സ്നേഹിതൻ പ്രിൻസ് ദോഹ, അദ്ദേഹം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിനൊക്കെയാണ് നമ്മൾ ഒരു ദിവസം 5-6 മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ആ തിരക്കിനിടയിലും എൻ്റെ മീറ്റിംഗ് ഒന്നും മുടങ്ങാതെ വണ്ണം ജോയിൻ ചെയ്യുന്നുവല്ലോ. അവരെ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരൊക്കെ ഇനി പേര് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ മിനിസ്ട്രിക്കൊക്കെയും നേതൃത്വം നൽകുന്ന, വിശേഷാൽ ഞാൻ എവിടെയും പറയുന്നതാണ്, എൻ്റെ മിനിസ്ട്രിക്കൊക്കെ വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന എല്ലിയോൻ മിനിസ്ട്രിക്ക് ശക്തമായ നേതൃത്വം നൽകുകയും ഞാൻ ക്രിസ്തുവിൽ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഷൈനി സിസ്റ്റർ ടീം, ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട്. ഇപ്പോഴും എസ്തേറിൻ്റെ ഒക്കെ കാര്യം പറയുന്ന ബിന്നി ബ്രദർ, എല്ലാവരും ഈ മീറ്റിങ്ങിലുണ്ട്. എൻ്റെ എല്ലാ മീറ്റിങ്ങിലും അവർ പങ്കെടുക്കുന്നു. ഇന്നലത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഷീബ സിസ്റ്ററൊക്കെ ഇന്നലത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താസി ആശാ ബുന്നൂസ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സനു കീച്ചേരിൽ, അദ്ദേഹം വരുന്ന നാളിലൊക്കെ ഈ മീറ്റിങ്ങിലൊക്കെയും വചനം ശുശ്രൂഷിക്കുന്നതാണ്. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രദാനം ചെയ്യുന്ന ഇമ്മാനുവൽ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ വൈസ് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ സാം കെ തോമസിന്റെ വൈഫ് ഷാലിനി സാം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. എൻ്റെ പ്രിയ സ്നേഹിതനും അതുപോലെ തന്നെ എൻ്റെ മിനിസ്ട്രിയുടെ ഭാഗമായിരിക്കുന്ന ഷൈജു ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുവല്ലോ. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉണർവിൻ കാറ്റ് മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന ജോയ്മ ഓമനക്കുട്ടൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുവല്ലോ. പ്രിയ ആശാപ്പി നായർ ആൻറ്റി, സിൽവി ആൻറ്റി ഒക്കെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അവരൊക്കെയും സപ്പോർട്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നും അജിത്ത് എല്ലാവരും സപ്പോർട്ടെന്ന് ചോദിച്ചാൽ ഞാനിത് പറയാൻ കാര്യം,
ഒരു ദൈവദാസന്റെ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മിനിറജിയൊക്കെ ഈ മീറ്റിംഗിലുണ്ട്, വിളിച്ചില്ലെങ്കിൽ ഓടി കയറുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നവര് ഒരു കൂട്ടം പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നത് അതൊരു അനുഗ്രഹമാണ്. എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ പോൾ ജോസഫ് നീലഗിരി, അദ്ദേഹം വളരെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിലും അദ്ദേഹം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുവല്ലോ. ഒരുമിച്ചുള്ള കൂട്ടായ്മ. സിനി ജെയിനൊക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കും. വയ്യാതെ ഇരിക്കുമ്പോഴും ഒരുപക്ഷെങ്കിൽ രോഗക്കിടക്കയിലായിരിക്കുമ്പോഴും ദൈവവചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടുകൂടി ആയിരിക്കുന്ന നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രായം ചെന്ന മാതാവുണ്ട്, എൻ്റെ വൈഫുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുവല്ലോ. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ ബ്ലസിമാത്തിനെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമുഖങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരിക്കണം. പ്രിയ ദൈവമക്കള്, ഇന്നലെ ഞാൻ ശുശ്രൂഷ ആ സൂം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന മിക്ക ആളുകളും ഇന്നത്തെ ഈ മീറ്റിംഗിലും ഉണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ മെസ്സേജാണ് നമ്മൾ തയ്യാറാക്കുന്നതും അത് ജനത്തിന് അതൊരു വിടുതലായിട്ട് മാറണം. ആരും മാർഗിടാനിരിക്കരുത്. വളരെ പ്രാർത്ഥനയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഇന്ന് രാത്രികാലം കർത്താവേ, നീ എന്നോട് ഇടപെടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ എത്ര പേരായിരിക്കുന്നു? കഴിവും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഓണാക്കാൻ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ, അടുക്കളയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഓണാക്കേണ്ട, വീഡിയോ ഓഫാക്കി തന്നെ ഇരുന്നാൽ മതി. നമുക്ക് ഇപ്പോൾ നമ്മൾ ഭൗതികമായിട്ടുള്ള ആഹാരമല്ല കഴിക്കാൻ പോകുന്നത്, ആത്മീക ആഹാരം. ആ മന്ന നമ്മൾ കഴിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. പ്രിയ സ്റ്റാൻലി ബ്രദർ വർഷിപ്പ് ചെയ്തപ്പോൾ ഒരു കാര്യം പറയുവാൻ ഇടയായി തീർന്നു. ആ വാക്ക് എൻ്റെ ജീവിതത്തിലും അത് പ്രചോദനമാണ്. ആരാധന എന്ന് പറയുന്നത് അത് അഭിനയമല്ല, അത് നാടകമല്ല, അത് അനുഭവമാണ്. അനുഭവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ ഒരാളുടെ പേര് വിട്ടുപോയി, സദയം ക്ഷമിക്കുക. എൻ്റെ എല്ലാ മിക്ക മീറ്റിങ്ങുകൾക്കും ഒരുമിച്ചാണ് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സിസ്റ്റർ റിനി അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡറാണ്. പ്രിയ സഹോദരി യാത്രയിലാണെങ്കിലും ജോലിക്കിടക്കയിലാണെങ്കിലും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുവല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ മീറ്റിംഗ് ഒരു അഭിനയമായിട്ട് ആരും കാണരുത്. ആരുടെയും നിർബന്ധം കൊണ്ടാ ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കും നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ ജീവിതത്തിൽ വിടുതലിൻ്റെ ഒരു അനുഭവമായി മാറണമെന്ന് എത്ര പേർ ഇന്ന് രാത്രികാലം പ്രതീക്ഷിക്കുന്നു? അവിടെ ചലിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവാത്മാവ് ആദ്യ സന്ദേശത്തിൽ തന്നെ, ഞാൻ വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ദൈവാത്മാവ് എന്നോട് ശക്തമായിട്ട് ഈ മീറ്റിങ്ങിനെ നോക്കി ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്, പലരുടെയും മുന്നിൽ നിന്റെ നീതിയെ തെളിയിക്കുവാൻ നിനക്ക് അവസരം കിട്ടിയിട്ടില്ലെങ്കിലും, പലരുടെയും മുൻപിൽ നിന്റെ നീതി വെളിപ്പെടുത്തുവാൻ ആരും നിന്നെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും, നിനക്ക് വേണ്ടി നീതിയായ യഹോവ ഇന്ന് രാത്രികാലം ഇറങ്ങി വന്ന് നീതി വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. ദൈവമേ, നിന്റെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ആവശ്യം. മോശ ദൈവത്തോട് പറഞ്ഞത് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, എൻ്റെ മുന്നിൽ എല്ലാവരും ഉണ്ട്, എൻ്റെ മുന്നിൽ ഒരു കൂട്ടം, ഒരുപക്ഷെങ്കിലും ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, എൻ്റെ കയ്യിൽ ആൾബലമുണ്ട്, പക്ഷേ എനിക്ക് വേണ്ടിയത് നിന്റെ സാന്നിധ്യമാണ്. അങ്ങനെയെങ്കിൽ കർമ്മേൽ പ്രയർ ഗ്രൂപ്പില്, കർമ്മേൽ പ്രയർ മിനിസ്ട്രിയില് മറ്റാരുടെയും ബലത്തേക്കാൾ, ആൾബലത്തേക്കാൾ പ്രാർത്ഥിക്കുന്ന തന്റെ ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം വെളിപ്പെടുമ്പോൾ എത്ര പേർ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുന്നു? കുഞ്ഞ്, നിന്റെ സ്ഥിതിഗതികളെ മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടയുമ്പോൾ ഇന്ന് രാത്രികാലം, ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്നലകളിൽ എന്നെ മറയ്ക്കുവാൻ നോക്കിയ, ഇന്നലകളിൽ എന്നെ ഒറ്റപ്പെടുത്തുവാൻ നോക്കിയ, ഇന്നലകളിൽ എന്നെ ഒതുക്കുവാൻ നോക്കിയ മണ്ഡലങ്ങളിൽ നിന്ന് എനിക്ക് പുറത്തു വരണം. പലപ്പോഴും പലരുടെയും മുൻപിൽ ഞാൻ കൈ നീട്ടിയിട്ടും എന്റെ നീതി വെളിപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം എന്നെ എവിടെയോ ഒതുക്കി വച്ചിരിക്കുന്ന, ഞെരുക്കി വച്ചിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ പദ്ധതികളിൽ നിന്ന് ഇന്ന് രാത്രികാലം എന്നെ പുറത്തു വരുത്തുന്നുവെങ്കിൽ ചില രോഗികൾ ഈ മീറ്റിംഗിൽ സൗഖ്യമാകുവാൻ പോവുകയാണ്. നിനക്കെതിരെ ഒരുപക്ഷെങ്കിൽ പദ്ധതി ഇട്ടുന്നവന്റെ മുന്നിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. രക്തത്താൽ ജയം. പലരുടെയും പരാജയം എന്ന് പറഞ്ഞ് പലരും ദേശത്ത് പരാജയമായി മാറിയപ്പോൾ, പലരും ഒരുപക്ഷെങ്കിൽ അപമാനിതരായി മാറിയ സ്ഥാനത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ എന്നോട് കൂടെ ചേർന്ന് ആമേൻ പറയുന്നു?
ജൂഡാരാബല റൗഡാരാബല അർദ്ധനബല ക്ഷംദാരാബല. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിക്കാലം സംസാരിക്കുകയാണ്. നിന്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സാന്നിധ്യം എന്നെ നിറയ്ക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നു. അവിടെ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ പോവുകയാണ്. ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു ചിന്ത, ഈ വാക്യം ഞാൻ 1-2 സൂം മീറ്റിംഗില് ഈ വാക്യം ഞാൻ വായിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ചിന്തയാണ് ഇന്നത്തെ ഈ മീറ്റിംഗിൽ ദൈവാത്മാവ് ആ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നത്. നമ്മുടെ ചിന്താ വിഷയം നല്ലവനായ കുശവൻ, നല്ലവനായ കുശവനും അവന്റെ കയ്യിലെ കളിമണ്ണും. എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, ഒരുപക്ഷെ എൻ്റെ മുന്നോട്ടുള്ള ഭാവിയിൽ ആ നല്ല കുശവന്റെ കരം എന്നെ ഒന്ന് സ്പർശിച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ശക്തനായ ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം സ്നേഹാശ്രീനിയെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക കേട്ടോ. നിന്നെ തൊടുന്ന ഒരു കരമുണ്ട്. ആ നല്ലവനായ കുശവൻ നിന്റെ ഭാവി അവന്റെ കരങ്ങളിൽ സുരക്ഷിതമാ. ഒന്നു മാറി നീ പലതിലും നീ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ആ നല്ലവനായ കുശവനോട് പറ, കുശവ നീ എന്നെ ഒന്ന് എടുത്തിരുന്നുവെങ്കിൽ, നിന്റെ കരത്തില് എന്നെ ഒന്ന് മെനഞ്ഞിരുന്നുവെങ്കിൽ, നിന്റെ കരത്തില് എന്നെ ഒന്ന് ആകൃതി വരുത്തിയെങ്കിൽ, എനിക്ക് വേണ്ടി തലോടുന്ന ഒരു കുശവന്റെ കരം നിന്റെ ജീവിതത്തില് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് വെളിപ്പെടുത്തുവാൻ ശക്തനായ ദൈവമെന്ന് ആദ്യം തന്നെ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുമ്പോൾ അതിനോടുകൂടെ ചേർന്ന് എത്ര പേർക്ക് ആമേൻ പറയുവാനിടയായി തീരും. ഇന്നലകളിൽ നിന്നെ മെനയുവാൻ കുശവൻ കരങ്ങളിൽ എടുത്തിട്ടും ആകൃതി വരുവാൻ കഴിയാതെ വണ്ണം എവിടെയൊക്കെയോ ഒഴുക്കി മാറുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഇന്ന് രാത്രികാലം ചില കുടുംബങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ പണിയുന്ന ഒരു രാത്രിയായിട്ട് മാറുകയാ. ഉറപ്പുണ്ടോ? വായിക്കാം. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ. യിരെമ്യാ ചാപ്റ്റർ 18 വേഴ്സ് 1 to 4. യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ പദം, യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിന് ഉണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേൽക്കണം. അരുളപ്പാട് കിട്ടിയിട്ട് അടങ്ങിയിരിക്കുവാനല്ല എനിക്ക് നിന്നെ കുറിച്ചുള്ള പ്ലാൻ. നീ കണ്ട ദർശനം, നീ കേട്ട അരുളപ്പാട്, നീ കണ്ട സ്വപ്നത്തിന് മുൻപിൽ വിധേയപ്പെട്ട് എഴുന്നേൽക്കുവാൻ തയ്യാറായാൽ ഞാൻ നിന്നെ കാണിക്കുന്നത് കുശവന്റെ വീട്ടിലേക്ക് നടന്നു കയറുന്ന അനുഭവം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രിക്കാലം നിന്നോടുള്ള ദൂത ധൈര്യത്തോടുകൂടെ പറ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കണ്ട ദർശനമുണ്ടല്ലോ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കണ്ട സ്വപ്നമുണ്ടല്ലോ, നീ കേട്ട അരുളപ്പാടുണ്ടല്ലോ, അതിനു മുന്നിൽ വിധേയപ്പെട്ടാൽ ഇന്നലകളിൽ നീ കാണാത്ത, ഇന്നലകളിൽ നീ കേൾക്കാത്ത ഒരു പ്രത്യേകമായ അനുഭവം, ഒരു ശബ്ദം നീ കാണുവാൻ പോവുക. എത്ര പേർക്ക് ദൈവത്തെ നന്ദിയോടുകൂടെ ആരാധിക്കുന്നു? ഇന്നലകളിൽ നിനക്കെതിരെ ആരെല്ലാം ചലിച്ചാലും, ആരെല്ലാം നിനക്കെതിരെ പദ്ധതികൾ ഇട്ടാലും, അവന്റെ പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ട് ഇന്നുവരെ കാണാത്ത ഒരു അത്ഭുതത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടപ്പെടുന്ന ഒരു അനുഭവമായി മാറുകയാ. ഒരു കാര്യം കൂടെ, വിശുദ്ധ ബൈബിളിൽ തന്റെ ഭക്തന്മാരോട് ദൈവം ദർശനത്തിൽ കൂടെയും അരുളപ്പാടുകൾ കൂടെയും സ്വപ്നങ്ങളിൽ കൂടെയൊക്കെയും ഇടപെട്ടിട്ടുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോട് അരുളപ്പാട് വഴി ദൈവം ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ പ്രവാചകന്മാർക്കും അരുളപ്പാടും ദർശനത്തിലും സ്വപ്നത്തിലുമൊക്കെയും ദൈവം പ്രത്യക്ഷനായി തീരുവാനിടയായി തീർന്നു. എന്നാൽ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നല്ലവനായ കുശവൻ.
ഇവിടെ യിരെമ്യാ പ്രവാചകൻ അവൻ യഹോവയുടെ അരുളപ്പാട് കേട്ട് കഴിഞ്ഞപ്പോൾ അവനോട് പറയുക, നീ കേട്ട അരുളപ്പാട് കേട്ടിട്ട് വീട്ടിൽ അടങ്ങിയിരിക്കരുത്. വ്യക്തമായിട്ട് ദൈവാത്മാവ് ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന അഭിഷക്തന്മാരുണ്ട്, മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന അഭിഷക്ത മതികളുണ്ട്. നിങ്ങളോടുള്ള ആലോചനയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവദാസന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്നോട് ദൈവം അരുളപ്പാട് വഴിയും ദർശനം വഴിയും ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് കേട്ടിട്ട് വീട്ടിൽ അടങ്ങിയിരിക്കരുത്. അതിന്റെ മുന്നിൽ വിധേയപ്പെടുവാൻ തയ്യാറാണോ? നിനക്ക് വേണ്ടി ഇന്ന് വരെ കാണാത്ത അത്ഭുതത്തിന്റെ ചുരുള ദൈവം അറിയിക്കുവാൻ പോവുക. നമുക്കൊക്കെ എന്തോ പ്രശ്നം? നല്ല വാഗ്ദത്ത വചനം കേൾക്കും. എനിക്കറിയാം, പ്രാർത്ഥിക്കുന്നവര് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. പല വിഷയങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെട്ടിട്ടില്ലേ? ദൈവാത്മാവ് നിങ്ങൾക്ക് സ്വപ്നത്തിൽ കൂടെ ഇടപെട്ടിട്ടില്ലേ? ദർശനത്തിൽ കൂടെ ഇടപെട്ടിട്ടില്ലേ? കേട്ടിട്ട് എത്ര പേര് ആ വിഷയം ഏറ്റെടുത്ത് ഡെയിലി ആ വിഷയത്തിന് മുന്നിൽ വിധേയപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവദാസന്മാർ ആലോചന പറയും, പ്രവാചകന്മാർ ആലോചന പറയും. അത് കേട്ടിട്ട് എപ്പോഴാ നടക്കുന്ന ഡേറ്റ് ഓർത്തിരുന്നിട്ട് കറക്റ്റ് ഡേറ്റ് ആകുമ്പോൾ മാത്രം പറയും ഇത് നടന്നില്ല, ഈ പുള്ളിയുടെ പ്രശ്നമാണെന്ന്. നമ്മുടെ പ്രശ്നം എന്തുവാ? എനിക്കറിയത്തില്ല. ചിലരൊക്കെ ഇനി ഇറങ്ങി പോകാൻ തോന്നും. കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇരിക്കുന്നവർ ഇരുന്നാൽ മതി. ദൈവാത്മാവ് ഇടപെടുക. ഇന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കണം. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാപിച്ചത്, നീ ഏറ്റെടുത്ത ശക്തി ഉണ്ടല്ലോ, അതിന് നിന്റെ മുന്നിലുള്ള പ്രതിബദ്ധങ്ങളെ അതിനെ അഴിച്ചു മാറ്റുവാനുള്ള കൃപയാ ദൈവം നൽകിയിരിക്കുന്നത് കേട്ടോ. ഒരു പക്ഷെങ്കിൽ വലിയ പ്രസംഗയാകേണ്ട ആവശ്യമില്ല, പ്രസംഗകനാകേണ്ട ആവശ്യമില്ല. പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെട്ട വിടുതലിന്റെ ശബ്ദത്തിന് മുന്നിൽ വിധേയപ്പെടുവാൻ തയ്യാറാകുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് വരെ കാണാത്ത അനുഭവങ്ങൾ കൂടെ നിന്നെ നടത്തുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഞാൻ ആലോചന കൈമാറുമ്പോൾ എത്ര പേർക്ക് എന്നോട് കൂടെ ചേർന്ന് ആമേൻ പറയുവാനിടയായിത്തീരും. ഒരുപക്ഷെ നീ രോഗിയായിരിക്കാം, പാസ്റ്റർമാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കേണ്ട ആവശ്യമില്ല. നിന്റെ പ്രാർത്ഥനാ മുറിയില്ല, നീ അഭിഷേകത്തോട് എഴുന്നേറ്റോ, ദൈവം വിടുവിക്കാൻ പോവുക. ഇവിടെ എഴുന്നേൽക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന കുശവന്റെ കൈകളുണ്ട്. മനസ്സിലായോ? ഞാൻ വളരെ ശാന്തമായിട്ടാ സംസാരിക്കുന്നത്. ദൈവാത്മാവ് സ്പഷ്ടമായിട്ട് ഇടപെടുക. ദൈവിക ആലോചനകൾക്ക് മുന്നിൽ നാം പ്രതികരിക്കുവാൻ തയ്യാറായാൽ നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കുശവന്റെ കരം ഈ മീറ്റിംഗിൽ വെളിപ്പെടുക കേട്ടോ. ഏലിയാവിന്റെ മേൽ ഇറങ്ങി വന്ന, തീയുടെ നടുവിൽ ഇറങ്ങി വന്ന ആ കുശവന്റെ കരം ഈ കർമ്മേൽ മിനിസ്ട്രിയില് ചില ജീവിതങ്ങളെ നോക്കി ചലിക്കുവാൻ സന്നദ്ധമായിരിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ നീ രോഗിയായിട്ടായിരിക്കാം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. നിന്റെ ഭാവി ഓർത്ത് നീ വേവലാതിപ്പെട്ടായിരിക്കുന്നത്. എന്നാൽ ഓർത്തുവോ, ദൈവസന്നിധിയിൽ പറ, ആ കുശവന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുക, എനിക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുക. എബിപാസ്റ്റർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം ഈ മീറ്റിംഗില് ഈ മിനിസ്ട്രിയിലെ സ്ഥിരം പ്രഭാഷകനാണ്. ഒരുമിച്ചുള്ള കൂട്ടായ്മ നമുക്കൊരു അനുഗ്രഹമായി മാറുകയാണ്. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാ? ആ കുശവന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കാൻ പോകുക. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവില് ആ കുശവന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുള്ളവർ ദൈവത്തെ ആരാധിച്ചോ. നിന്റെ കുഞ്ഞിനെ നോക്കി, നിന്റെ ബിസിനസിനെ നോക്കി, നിന്റെ കുടുംബജീവിതത്തെ നോക്കി ദുഷ്ട പിശാച് പറയുന്നു ഈ കരം ചലിക്കത്തില്ലെന്ന്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, മറ്റാർക്കിലും വെളിപ്പെടാത്ത ആ കുശവന്റെ കരം ചില കുടുംബങ്ങളില് ഇപ്പോൾ തന്നെ അത് ചലിക്കാൻ തുടങ്ങിയെന്ന്. ഒറ്റ കാര്യം കൂടെ, ചെല്ലേണ്ടിടത്ത് നീ ചെന്നാൽ അവിടെ വെച്ച് ദൈവം നിന്നോട് സംസാരിക്കും. ഓർത്തോണം, ഈ ചിന്ത മറക്കരുത്. നീ ചെല്ലേണ്ടവന്റെ അടുത്ത് ചെന്നാൽ
ആ നല്ല കുശവനന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ നീ ചെന്നാൽ ഇന്നുവരെ നീ കാണാത്ത ചില ചലനങ്ങൾ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുക. എത്ര പേർ ദൂതേറ്റെടുക്കുന്നു? ഇന്നലകളിൽ എനിക്ക് എത്തപ്പെടാൻ കഴിയാത്ത മേഖലകളിൽ ഞാൻ അറിയാതെ എന്നിൽ വെളിപ്പെട്ട അരുളപ്പാട് ദൈവ ശബ്ദത്തിന് മുന്നിൽ ഞാൻ വിധേയപ്പെട്ടപ്പോൾ ഇന്നുവരെ കാണാത്ത ഒരു കരം എനിക്ക് വേണ്ടി ഉറങ്ങാതെ വണ്ണം മയങ്ങാതെ വണ്ണം ചലിച്ചുകൊണ്ടിരിക്കുക. ജൂഡാരാബല റൗഡാരാബല ഹൃദരബല ചന്തുരാഹബല ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഇന്നലകൾ നീ പലരുടെയും അടുത്തുപോയി നീ കൈനീട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെങ്കിൽ ദൈവഹിതമല്ലാത്തതിന്റെ മുന്നിൽ നീ പോയി കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവാത്മാവ് ഓർപ്പിക്കുക, ചെല്ലേണ്ടവന്റെ അടുത്ത് നീ ചെന്നാൽ ഇന്നുവരെ കാണാത്ത ഒരു അദൃശ്യകരം നിന്റെ വിഷയത്തിൽ ഇറങ്ങി വരാൻ പോവുക. സുശീല രവി ദൈവത്തെ ആരാധിച്ചോണം കേട്ടോ. ചെല്ലേണ്ടവന്റെ അടുത്ത് നീ ചെന്നാൽ നിനക്ക് വേണ്ടി ഇന്നലകളിൽ കാണാത്ത ഒരു ചക്രം നിനക്ക് വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുക. ചില ജീവിതങ്ങളെ നോക്കി പറയുക, ഇന്നലകൾ നീ കാണാത്ത ചക്രത്തിന്റെ മുന്നിൽ നീ വന്നാൽ ഓർത്തോളം ഞാൻ നിന്നെ ഷേപ്പ് ചെയ്ത് ആകൃതിപ്പെടുത്തുന്ന രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവ സാന്നിധ്യമായി മാറാൻ പോകുക. ഇവിടെ കുശവന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്തുവാ ഈ കുശവന്റെ പ്രത്യേകത? പ്രവാചകൻ ചെന്നു, അവിടെ ഈ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊക്കെ അറിയാം, കൊല്ലന്റെ ആലെ ചെന്നാൽ രാത്രി ചെന്നാൽ നല്ല ഉറങ്ങുന്ന ഒരു കൊല്ലന്മാരെയാ കാണുന്നത്. നമ്മുടെ കുശവന് രാത്രിയെന്നോ പകലെന്നോ യാതൊരു സമയഭേദവും കൂടാതെ എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു കുശവന്റെ കീഴിലാ നമ്മളായിരിക്കുന്നു എന്നുള്ള ബോധമുള്ളവർ ദൈവത്തെ ആരാധിച്ചോണം കേട്ടോ. അതാണ് ബൈബിളിൽ പറയുന്നത്, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നാം ഉറങ്ങുമ്പോഴും നാം മയങ്ങുമ്പോഴും മയങ്ങാതെ വണ്ണം ഉറങ്ങാതെ വണ്ണം നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കുശവന്റെ കരം ഇന്ന് രാത്രിയിൽ ചില ജീവിതങ്ങളുടെ മേല അത് പരിണമിച്ചുകൊണ്ടിരിക്കുക. ലോകം നിന്നെ കുറിച്ച് പറഞ്ഞു നീ അസ്തമിച്ചു പോയെന്ന്. ലോകം നിന്റെ സാധ്യതകളെ നോക്കി പറഞ്ഞു നിന്റെ വിഷയം ഇവിടെ കൊണ്ട് തീർന്നെന്ന്. എന്നാൽ ആ കുശവന്റെ കരങ്ങളിൽ നീ സുരക്ഷിതമാണെന്ന് ഇന്ന് രാത്രിക്കാലം ഞാൻ ആലോചന കൈമാറുക. എത്ര പേർ ദൂതേറ്റെടുക്കുന്നു? ഞാൻ എത്ര കറങ്ങിയാലും എനിക്കൊരു ഉറപ്പുണ്ട്, എന്നെ കരുതുന്ന എന്നെ പൊതിയുന്ന ഒരു കുശവന്റെ കരം എന്റെ തലമേലുണ്ടെന്ന്, എന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടെന്ന്, എന്റെ മിനിസ്ട്രിയിൽ ഉണ്ടെന്ന്, എന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ ഉണ്ടെന്ന് ഞാൻ ആലോചന കൈമാറുമ്പോൾ ഉറപ്പോടുകൂടെ ദൈവത്തെ ആരാധിക്കണം. അവൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ മയങ്ങിയിട്ടില്ലെങ്കിൽ വേല ചെയ്യുന്നത് അവന് വേണ്ടിയല്ല, അവൻ നമുക്ക് വേണ്ടിയാണ്. പ്രാർത്ഥിക്കുന്ന തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രികാലം മറന്നു പോകരുത്. മാനുഷിക കരങ്ങൾ പലതും അസ്ഥാനത്താകുമ്പോൾ മനുഷ്യൻ പറയും, നിന്റെ ആവശ്യത്തിന്റെ മുന്നിൽ പറയും ഞാൻ ബിസിയായി പോയെന്ന്. എന്നാൽ എന്റെ കർത്താവ് പറയുക, ഞാൻ എത്ര ബിസിയാണെങ്കിലും നിനക്ക് വേണ്ടി ഈ ചക്രം എന്നും കറങ്ങിക്കൊണ്ടിരിക്കും, അത് വേല ചെയ്തുകൊണ്ടിരിക്കും. ദൈവാത്മാവ് അതിശക്തമായിട്ട് ചില ജീവിതങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. നീ രോഗിയായിരിക്കാം, എന്നാൽ നിന്നെ സൗഖ്യമാക്കുവാൻ വേണ്ടി ഈ ചക്രം നിനക്ക് വേണ്ടി അത് കറങ്ങിക്കൊണ്ടിരിക്കുക. നീ പുറത്തു വരുന്നത് ഡെഡ് ബോഡി ആയിട്ടല്ല, നിന്റെ ശരീരത്തെ നോക്കി പറ, സൗഖ്യമാക്കുന്ന ഒരു കുശവൻ എന്നെ പണിതെടുത്തെന്ന്. പക്ഷേ കുശവൻ കരങ്ങളിലെടുത്തത് പഞ്ചസാര മണലല്ല, ഓർത്തോണം. കുശവൻ കയ്യിലെടുത്തത് കളിമണ്ണ. കളിമണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ കളിമണ്ണ് ഏതോ മഴയത്ത് ഒലിച്ചു പോകേണ്ടിയ കളിമണ്ണ. കാറ്റ് വന്നപ്പോൾ പറന്നു പോകേണ്ടിയതാ. പലരുടെയും ചവിട്ടുകൊണ്ട കളിമണ്ണ. എത്രയോ താഴ്ചയിൽ കൂടെ, ചതപ്പ് നിലത്തിൽ കൂടെ, പലരുടെയും അടിയും ഇടിയും ചവിട്ടുകളും കൊണ്ട് എത്രമാത്രം താഴ്ത്തപ്പെട്ട കളിമണ്ണാണോ
ആ കളിമണ്ണിനെയാണ് കുശവന് ആവശ്യം. ഇന്ന് രാത്രിക്കാലം ചില വ്യക്തി ജീവിതങ്ങളെ നോക്കി ദൈവത്തിന്റെ ആലോചനയെ അറിയിക്കുക. നീ എത്രമാത്രം ചവിട്ടുകൊണ്ടിട്ടുണ്ടോ, നീ എത്രമാത്രം തഴയപ്പെട്ടിട്ടുണ്ടോ, എത്രമാത്രം നീ താഴ്ത്തപ്പെട്ടിട്ടുണ്ടോ, ഉറപ്പോടുകൂടെ ഞാൻ ദൈവാത്മാവിൽ പറയുക, കുശവന്റെ കരങ്ങളിൽ അവൻ നിന്നെ ഏറ്റവും ഉയർത്തുന്ന ദിനങ്ങൾ അതിവിദൂരമല്ല എന്ന് ഞാൻ ആലോചന കൈമാറുമ്പോൾ എത്ര പേർക്ക് എന്നോട് കൂടെ ചേർന്ന് ആമേൻ പറയുവാനിടയായിത്തീരും. ചൂടാരാമല്ല, റൗഡാരാമല്ല, ജീതറാമല്ല. എന്റെ കുഞ്ഞെ, എത്ര അടി കൊണ്ടാലും എത്ര ചവിട്ടുകൾ നിന്റെ ജീവിതത്തിൽ വന്നാലും അതിന്റെ പിന്നെ നീ പതറരുത്. നിന്നെ ഉയർത്തുന്ന ഒരു കരമുണ്ട്, അതാണ് കുശവന്റെ കരം. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഒത്തിരി ഒലിച്ചു പോകേണ്ടിയ സാഹചര്യങ്ങൾ വന്നവരുണ്ട്. ആത്മഹത്യയുടെ വക്കിലും ഡിസപ്പോയിന്റ് ആയിട്ടൊക്കെയും ആയിരിക്കുന്നവർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. എന്റെ സഹോദരി, നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചന കേട്ടോ. മറ്റുള്ളവർ നിന്നെ ചവിട്ടി താഴ്ത്തു കളയുമ്പോൾ, നിന്നെ മഴയിലെ ഒലിപ്പിച്ചു കളയാൻ നോക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ കാറ്റിന്റെ മുന്നിൽ നീ പതറിപ്പോയി പറത്തിവിടുവാൻ ദുഷ്ടപിശാച് നോക്കിയപ്പോൾ, അതിന്റെ നടുവിൽ നീ അറിയാതെ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ കരങ്ങളിലെടുത്ത ഒരു കുശവനുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം നന്ദിയോടുകൂടെ ദൈവത്തെ ആരാധിച്ചോ. ഇന്നലകൾ എന്റെ അവസ്ഥകളെ മാറ്റിയ ആ കുശവന്റെ കരങ്ങൾ ഞാൻ സുരക്ഷിതനാണെന്ന്. ഇവിടെ കാണുന്നത് ഈ ഭാഗത്ത് കളിമണ്ണ് കുഴഞ്ഞതാ. കളിമണ്ണിന്റെ പ്രത്യേകത എന്തുവാ? കുഴഞ്ഞിരിക്കും. ഓർത്തോണം, ജീവിതത്തിൽ എത്രമാത്രം കുഴച്ചിലുകൾ അനുഭവപ്പെടുന്നുവോ, എത്രമാത്രം നീ കുഴയപ്പെട്ടുവോ, എത്രമാത്രം നീ പ്രസിംഗ് അനുഭവിക്കുന്നുവോ, കുശവന്റെ കരങ്ങളിൽ നിന്നെ എടുത്താൽ അവൻ നിന്നെ ഷേപ്പ് വെക്കുവാൻ പോവുക, നിനക്ക് ആകൃതി തരുവാൻ പോവുക കേട്ടോ. പഞ്ചസാര മണലിനെ കൊണ്ട് കുശവൻ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഒരു കളിമണ്ണാണ് കുശവൻ ആവശ്യം. അങ്ങനെയെങ്കിൽ നന്ദിയോടുകൂടെ ദൈവത്തെ ആരാധിച്ചോ. എനിക്ക് വന്ന കുഴച്ചിലുകള്, എനിക്ക് വന്ന നഷ്ടങ്ങള്, എനിക്ക് വന്ന കഷ്ടങ്ങള്, എനിക്ക് വന്ന ദുഃഖങ്ങള്, എനിക്ക് വന്ന രോഗങ്ങള്, ഞാൻ കുഴഞ്ഞ അവസ്ഥയിൽ കൂടെ കടന്നുപോയാലും അതിന്റെ നടുവിൽ ഉറപ്പോടുകൂടെ ഞാൻ പറയും, എന്നെ ആകൃതിപ്പെടുത്തുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, ഷേപ്പ് വയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വിധവമാരോടുള്ള ദൈവത്തിന്റെ ആലോചന, ജീവിതത്തിന്റെ പരുപരുത്ത പാതകളിൽ എന്റെ സഹോദരി നീ ഒറ്റപ്പെട്ടു പോയെന്നാണോ നീ ചിന്തിക്കുന്നത്? എത്രയോ നിനക്ക് ചിറകൊടിഞ്ഞെന്നാണോ നീ ചിന്തിക്കുന്നത്? എന്നാൽ പറ, എന്നെ ഒറ്റപ്പെടുത്തി കുഴച്ചിലുകളുടെ അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നുപോയാലും എന്നെ മെനയുന്ന, എന്നെ മാനപാത്രമാക്കുന്ന ഒരു കുശവൻ എന്നെ നോട്ടമിട്ടിട്ടുണ്ട്. എത്ര അടികൾ വന്നാലും എത്ര താഴ്ചകൾ വന്നാലും ആ കുശവൻ എന്നെ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ ഒരു നാള് അവൻ എന്നെ പൊക്കി പുറത്തു കൊണ്ടുവരും. എനിക്കും നിങ്ങൾക്കും ഇന്ന് രാത്രികാലം പറയണം, അവൻ എന്നെ പൊക്കിയതിനാലാ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് തന്നെ. കുഴച്ചലിന്റെ പ്രത്യേകത എന്തുവാ? കുഴഞ്ഞത് ചക്രത്തിൽ വന്നാൽ അത് അവിടെ പ്രസ് ചെയ്തിരുന്നോളും. കുഴയാത്തതിന്, വെള്ളം നനയാത്തതിന് ആകൃതിപ്പെടുത്തുവാൻ കഴിയത്തില്ല. പക്ഷെ കുഴച്ചിലുകൾ വരുമ്പോൾ കുഴഞ്ഞതിനെ കാണാൻ വലിയ ഭംഗിയില്ലായിരിക്കാം. എന്നാൽ ചക്രത്തില് ഒരു ഷേപ്പ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഷേപ്പിലേക്ക് കുഴഞ്ഞതിനെ അകത്തേക്ക് കടത്തി വിടുമ്പോൾ പുറത്തു വരുന്നത് ആകൃതിയുള്ള പാത്രമായിട്ട്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ദൂത് മനസ്സിലായി? നിന്റെ രോഗം വരുമ്പോൾ നീ ദൈവസന്നിധിയിൽ ചോദിക്കുന്ന നിലവിളിയുണ്ട്, എന്റെ ജീവിതം കുഴഞ്ഞുപോയോ എന്ന്. മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, എന്റെ കുഞ്ഞിന്റെ സ്ഥിതി മാത്രം എന്താ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്? അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പോയോ എന്ന് ചോദിക്കുന്ന സഹോദരിമാരെ, നിന്നോടുള്ള ദൈവ
ദൈവത്തിന്റെ ആലോചനയാ. ഈ കുഴഞ്ഞ അവസ്ഥയിൽ കൂടെ ഞാൻ നിന്നെ കടത്തിവിട്ടാലും നിന്റെ തലമുറയെ മാനിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? കുശവന്റെ കരം കുറുകിയിട്ടില്ല, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായിട്ടില്ല, അവന്റെ കരം കുറുകിയിട്ടില്ല. എത്ര പേർ ദൈവത്തെ ആരാധിക്കുന്നു? ഇന്നലകളിലെ കുഴച്ചിലുകളാ, ഇന്നത്തെ കുഴച്ചിലുകളാ നിന്നെ ശക്തിയാക്കിയിട്ട് മാനപാത്രമാക്കിയിട്ട് എന്റെ ദൈവം പുറത്തു കൊണ്ടുവരുന്നുവെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുമ്പോൾ എത്ര പേർ ആമേൻ പറയുവാനിടയായി തീരും? ഈ കുഴഞ്ഞ അവസ്ഥകൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾക്കനുസരിച്ച്, ഇന്നലെ ഞാൻ എടുത്ത മെസ്സേജിൽ തീരുമാനത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. ചില തീരുമാനങ്ങളാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിലെ ചില തീരുമാനങ്ങളാണ് നിന്റെ ഭാവി നിർണയിക്കുന്നത്. വിശുദ്ധ ബൈബിളില് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കുശവന്റെ ആ ചക്രത്തിന്റെ മുന്നിൽ കടന്നു വരുവാൻ ഒരു യോഗ്യതയുമില്ല. കടന്നു വരാതെ എസ്കേപ്പ് ചെയ്തു പോകാൻ നല്ല ചാൻസും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുശവന്റെ സ്വഭാവം, ഈ കുശവന്റെ പ്രത്യേകത മനസ്സിലാക്കിയ ആ വ്യക്തി എടുത്ത ഡിസിഷനാണ് കാലാവെറുക്കാൻ ചെന്നവളെ ആ വയലിലെ അവകാശിയാക്കി മാറ്റിയതെന്ന് ഞാൻ ആലോചന കൈമാറുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥന കൂടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ദൈവത്തെ നന്ദിയോടുകൂടെ ആരാധിച്ചോണം. ഇന്നലകൾ നിന്റെ കുടുംബ മഹിമ പറഞ്ഞു, നിനക്ക് ഈ സ്ഥാനത്ത് വരുവാൻ ഒരു യോഗ്യതയുമില്ലായിരുന്നു. എന്നാൽ കുശവന്റെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ അവകാശിയാക്കി മാറ്റി ദൈവം മാനിച്ചുവെങ്കിൽ ഈ മിനിസ്ട്രിയെ നോക്കി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ചിലതിനോട് ദൈവത്തിന്റെ ആലോചന കൈമാറുക. ഇന്നലകളിൽ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നിന്നെ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാവി അവന്റെ കരങ്ങളിൽ ഭദ്രമാണെന്ന് നമുക്ക് വായിക്കാം. രൂത്ത് 1:16, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. യൂത്തിന്റെ പ്രത്യേകത എന്തുവാ? എല്ലാം നഷ്ടപ്പെട്ടവൾ. ഭർത്താവ് നഷ്ടപ്പെട്ടു, അമ്മായപ്പൻ നഷ്ടപ്പെട്ടു, വിധവയായി മാറിയവൾ, കുശവന്റെ അടുത്തെത്തുവാൻ ഒരു യോഗ്യതയുമില്ലാതിരുന്ന ഒരു വിധവയായ സഹോദരി. അവൾ കുഴഞ്ഞ അവസ്ഥയിൽ കൂടെ കടന്നു പോകുക. എന്നാൽ അവള് ഒറ്റ കാര്യം ആഗ്രഹിച്ചു, ആ കുശവന്റെ അടുത്തെനിക്കൊന്ന് എത്തിയിരുന്നുവെങ്കിൽ, ആ കുശവന്റെ സാന്നിധ്യം ഞാനൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കുറപ്പുണ്ട് എന്റെ കൂടെയുള്ള ഓർപ്പ ഷോഫ് കരച്ചിലും കരഞ്ഞിട്ട് പോയി. എന്റെ അമ്മായിമ്മ എനിക്ക് ചാൻസ് തന്നിരിക്കുക, മോളെ നീ വിട്ടുപോയിക്കോ, നീ ഇനി എന്റെ കൂടെ വരണ്ട, എന്റെ ജീവിതമോ കയ്പായി പോയി, നീ നല്ല ചെറുപ്പക്കാരിയാ, നിനക്കിനിയും നല്ല ഭാവി ഉണ്ടെന്ന്. എന്നാൽ ഈ കുശവന്റെ ഗുണഗണങ്ങൾ അറിഞ്ഞവൾ അവിടെ എടുത്തൊരു തീരുമാനമുണ്ട്. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനമെന്ന് അവൾ തീരുമാനിച്ചപ്പോൾ തന്നെ കുശവൻ അവളെ നോട്ടമിട്ടു. കേട്ടോ, ഇന്ന് രാത്രിക്കാലം ഓർത്തുകൊള്ളണം, ഞാനും നിങ്ങളും എടുക്കുന്ന തീരുമാനത്തിന്റെ നടുവിൽ കുശവൻ നിനക്ക് വേണ്ടി നീ അറിയാതെ നിന്റെ ഭാവിയുടെ മേല് അവൻ കരം ചലിപ്പിക്കുവാൻ തുടങ്ങി. നിന്റെ കുഞ്ഞിന്റെ ഭാവിയുടെ മേല് അവൻ കരം ചലിപ്പിക്കുവാൻ തുടങ്ങി. നിന്റെ മുന്നോട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി അവൻ കരം ചലിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കാഴ്ചപ്പാടുള്ള ദൈവത്തിന്റെ പൈതലെ, നിനക്ക് ഏതെല്ലാം ചാൻസ് കിട്ടിയാലും ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടല്ലോ, അതാണ് നിന്റെ ഭാവിയെ നിർണയിക്കുന്നത്. ഇവിടെ അടുത്തത് അവൾ കാണുന്നത്, അമ്മായിമ്മ പറയുക, മോളെ വയലിലോട്ട് പോ, അവിടെ നീ പെറുക്കാൻ ചെല്ലുക, മണികൾ വല്ലതും വീഴുന്ന മണികൾ നീ പെറുക്ക്, 10 പ്രാവശ്യം കുനിയണം, 10 മണികൾ കിട്ടണമെങ്കിൽ.
എന്നാൽ കുശവന്റെ കരം അവൾക്ക് വേണ്ടി ചലിച്ചപ്പോൾ ആ വയലിലെ ഉടമസ്ഥനായ ബോവസ് മറ്റുള്ളവരോട് പറയുക, അവൾക്ക് വേണ്ടി വേറിട്ട് കതിരുകൾ മാറ്റിവെച്ചുകൊള്ളാൻ. 10 പ്രാവശ്യം കുനിയേണ്ടിയവള് ഒറ്റ പ്രാവശ്യം കുനിഞ്ഞാൽ അവൾക്ക് 10 മണി ലഭിക്കുവാൻ ഇടയായി തീർന്നു. അതുമാത്രമല്ല, അങ്ങനെയെങ്കിൽ കുശവൻ നിന്നെ തൊട്ടാൽ അവന്റെ കരത്തിന് മുന്നിൽ നീ വീണുപോയാൽ അവൻ നിനക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഉയർപ്പ് അവൻ തരാൻ പോവുക കേട്ടോ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിക്കാലം സ്പഷ്ടമായിട്ട് ഇടപെടുക. നീ പല പ്രാവശ്യം കുനിയേണ്ടടുത്ത് ഒറ്റ പ്രാവശ്യം കുനിഞ്ഞാൽ മതി. നിനക്ക് വേണ്ട നന്മ അവൻ തരുവാൻ ശക്തനാണെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുമ്പോൾ അതിനോടുകൂടെ ചേർന്ന് എത്ര പേർക്ക് ആമേൻ പറയുവാൻ ഇടയായിത്തീരും. മനുഷ്യന്റെ മുന്നിൽ കുനിയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നല്ലവനായ കുശവൻ, ആ നല്ലവനായ ബോവസ് നിനക്ക് വേണ്ടി ചിലതിനോട് കൽപ്പിച്ച് നിനക്ക് വേണ്ടി ചേരേണ്ടിയ നന്മകൾ അവൻ തന്നിരിക്കുക. ജൂഡാരാബല, റൗഡാരാബല, ഋതനബല, ചന്ദുരാഹബല. ഓ ദൈവാത്മാവ് വളരെ സ്പഷ്ടമായിട്ട് ഇടപെടുക. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഈ ദൂത് ഏറ്റെടുത്തോ. നീ പലപ്പോഴും കുനിഞ്ഞു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് നിനക്ക് വേണ്ടി നല്ല ബോവസ് ആ വയല് നിനക്ക് വേണ്ടി അവകാശമാക്കി മാറ്റാൻ പോവുക. ഒറ്റ കാര്യമേ ഉള്ളൂ. അവൾ അവിടെ ആദ്യം നടന്നു കയറിയപ്പോൾ പ്രത്യേകം പ്രീതി തോന്നി, പ്രത്യേകം പരിഗണന തോന്നി. എന്നാ ഇതിന്റെ പിന്നിലെ കരം, ഇതിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? അവൾ എടുത്തൊരു തീരുമാനം. ഞാൻ ഇത്രയും നാളും മോവാബ്യ സ്ത്രീ, ജാതിക്കാരിയായ സ്ത്രീ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഈ ഭാഗത്ത് പോലും കടന്നു വരുവാൻ, 10ാം തലമുറയ്ക്ക് പോലും കടന്നു വരുവാൻ യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. എന്നാൽ യോഗ്യതയില്ലാതിരുന്ന ഞാൻ ഒരു തീരുമാനമെടുത്തു. യോഗ്യതയില്ലാത്ത എന്നെയും പരിഗണിക്കുന്ന ഒരു കുശവനുണ്ട്. അവന്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആശാ പി നായർ ബാംഗ്ലൂർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു കൊണ്ടുവന്നെങ്കിൽ യോഗ്യത ഇല്ലാതിരുന്നിടത്ത് നിനക്ക് വേണ്ടി യോഗ്യത തന്ന് പരിഗണിപ്പിക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിക്കാലം ശക്തമായിട്ട് ദൈവത്തിന്റെ ആലോചന അറിയിക്കുക. ജൂഡാരാബ, റൗഡാരാബല, എന്റെയും നിങ്ങളുടെയും അവസ്ഥകൾ നോക്കിക്കേ. ഒരു കാലത്ത് യോഗ്യതയില്ലാതിരുന്ന നമ്മൾക്ക് ഒരു കാലത്ത് ഈ കൃപ അനുഭവിക്കുവാൻ യാതൊരു യോഗ്യതയില്ലാതിരുന്നപ്പോൾ കുശവന്റെ കരം നിനക്ക് വേണ്ടി അനുകൂലമായി ചലിച്ചതിനാൽ നവോമി പറയുക, മോളെ എനിക്ക് കൈപ്പായതാ ഭവിച്ചിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ നവോമിയെയും ധൈര്യപ്പെടുത്തുന്ന രൂത്തെ നീ കാണാൻ പോകുന്നത്, നീയും നവോമിയും ബേത്ലഹേമിലേക്ക് ചെല്ലുമ്പോൾ കുശവന്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചിട്ടുണ്ടെങ്കിൽ ആ പട്ടണം മുഴുവൻ ഇളങ്ങി അവരെ വരവേറ്റെന്ന് എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അഭിഷേകമുള്ള ദൈവത്തിന്റെ പൈതലെ, നീ എടുക്കുന്ന തീരുമാനങ്ങൾക്കുണ്ടല്ലോ ഒരു ദേശത്തെ മുഴുവൻ ഇളക്കുവാൻ കഴിയുമെന്ന് ഞാൻ ആലോചന കൈമാറുമ്പോൾ എത്ര പേർ നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുന്നു? ജൂഡാരാബല, റൗഡാരാബല, ഋതനബല, ചന്ദുരാഹബല ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി മാറ്റുവാൻ പ്രാർത്ഥനാ വീരന്മാരെ ദൈവം അന്വേഷിക്കുന്നു. എത്ര പേർ ദൂതേറ്റെടുക്കുന്നു? എത്ര പേർ ദൂതേറ്റെടുക്കുന്നു? ആ കരസ്പർശനം എനിക്ക് ആവശ്യമാണെന്ന്. പക്ഷെങ്കിൽ ഈ ചക്രത്തിന്റെ അടുത്ത ചിന്ത, കുശവന്റെ ചക്രത്തിന്റെ പ്രത്യേകത എന്തുവാ? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ കുശവന്റെ ചക്രം കറങ്ങുന്ന ചക്രമാണ്. നീ ചക്രത്തിൽ കയറിയാൽ ഇന്നുവരെ ഇല്ലാത്ത കറക്കം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ആരും ഉറങ്ങിപ്പോവല്ലേ, കറങ്ങി ഉറങ്ങിപ്പോവല്ലേ. സമയമൊക്കെ രാത്രി ഉറക്കം ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഡിന്നർ കഴിച്ചില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. പറഞ്ഞോ, ഞാൻ കറങ്ങിയാലും ഇപ്പോൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും എൻ്റെ മുന്നിലുള്ള വഴികളെല്ലാം എന്നെ ഇങ്ങനെ യൂറ്റേൺ ഇട്ട പോലെ കറക്കിക്കൊണ്ടിരിക്കുക. ഷീബ സിസ്റ്റർക്കൊക്കെ അറിയാം, ഷാർജ താമസിക്കുന്നുണ്ട്, അറിയാം. ഒത്തിരി യൂറ്റേൺ ഉണ്ട് ഗൾഫിൽ, അല്ലേ?
ചില ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ യു ടേൺ ചെയ്തോ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കത്തുള്ളൂ. ചില റൗണ്ട് ബോട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്, അവിടെയും കറങ്ങും. പക്ഷെങ്കിൽ ഡെസ്റ്റിനേഷനിൽ ചെല്ലുമെന്ന് ഉറപ്പുള്ള ഡ്രൈവർമാർക്കറിയാം, ഈ റൗണ്ട് ബോട്ടിൽ ചെന്ന് ഞാൻ കറങ്ങിയാലും എനിക്കൊരു എക്സിറ്റ് കിട്ടുമെന്ന്. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ചില കറക്കങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ചില റൗണ്ട് ബോട്ടുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അതിന് മുന്നിൽ ഒരു എക്സിറ്റ് ഉണ്ട്. നിന്നെ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ഒരു എക്സിറ്റ് നിനക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്നു. അടയപ്പെട്ട വാതിലുകളെ തുറക്കുന്ന കറക്കമുണ്ട് കേട്ടോ. അടയപ്പെട്ട വഴികളെ തുറക്കുന്ന ഒരു കറക്കമുണ്ട് കേട്ടോ. നമ്മുടെ മുന്നിൽ പല വഴികളും അടഞ്ഞിരിക്കുമ്പോൾ ഒരു കറക്കമുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഈ റൗണ്ട് ബോട്ട് കൊണ്ട് അവസാനിക്കുന്നതല്ല എന്റെ ജീവിതം. എനിക്ക് വേണ്ടി എക്സിറ്റ് നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഒരു കാര്യം കൂടെ, കറങ്ങുമ്പോൾ, ഈ കളിമണ്ണ് കറങ്ങുമ്പോൾ പലപ്പോഴും തെന്നി മാറാൻ ചാൻസ് ഉണ്ട്. ഓർത്തോണം, ചക്രത്തിൽ വേല ചെയ്യുന്ന കുശവന്റെ കയ്യിൽ കിടന്ന് കറങ്ങുമ്പോഴും ആ അച്ചിൽ നിന്ന്, ആ ചക്രത്തിൽ നിന്ന് തെന്നി മാറുവാൻ സാധ്യതകളുണ്ട്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഇന്നലകളിലുണ്ടായ അനുഭവങ്ങൾ, കഷ്ടതകളുടെ നടുവിൽ എത്രയോ തവണ നമ്മൾ തെന്നിമാറി, ആ കുശവന്റെ കരത്തിൽ നിന്ന് നമ്മൾ തെന്നിമാറി എത്രയോ തവണ വഴുതി വീഴുവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നല്ലവനായ കുശവന്റെ കരം നിന്നെ വീണ്ടും വഴുതി മാറിയ നമ്മെ വീണ്ടും അവൻ ചേർത്ത് പിടിച്ച് ആ ചക്രത്തിൽ നിർത്തിയതിനാലല്ലേ ഇന്നും ആനമാത്രമായിട്ട് പുറത്തു വന്നുവെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുമ്പോൾ, ഇന്ന് നീ അനുഭവിക്കുന്ന നന്മകള്, ഇന്ന് നീ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ പിറകില് ഒരു കറക്കമുണ്ടെങ്കിൽ, ആ കറക്കത്തിന്റെ ഇടയിലും കറക്കത്തിന്റെ നടുവിലും നിന്നെ സ്പർശിക്കുന്ന ഒരു കുശവന്റെ കരം നിനക്ക് വേണ്ടി അത് പകരപ്പെട്ടുകൊണ്ടിരിക്കുക. രക്തത്താൽ ചെയ്യും. ദൈവാത്മാ വളരെ സ്പഷ്ടമായിട്ട് ചില കുടുംബങ്ങളെ നോക്കി പറയുക, ചില വ്യക്തി ജീവിതങ്ങളെ നോക്കി പറയുക, ചില സഹോദരിമാരെ നോക്കി പറയുക, എന്റെ കുഞ്ഞെ, മറ്റാരിലുമില്ലാത്ത കറക്കം നിന്റെ ജീവിതത്തിൽ ഉള്ളപ്പോഴും നീ ഒന്നിൽ ഉറപ്പോടുകൂടെ പറ, ഞാൻ കറങ്ങുമ്പോഴും എന്നെ തലോടുന്ന ഒരു കുശവന്റെ കരമുണ്ടെന്ന്. ഈ അച്ചിൽ നിന്ന്, എന്റെ ഈ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ വഴുതി വീഴുവാൻ നോക്കുമ്പോൾ, തെന്നി മാറാൻ നോക്കുമ്പോൾ, ഞാൻ അറിയാതെ വീണ്ടും എന്നെ ഉറപ്പിക്കുന്ന ഒരു കരമുണ്ട്. ആ കരമാണ് എന്നെ ഇന്ന് ജീവനുള്ളവരുടെ ദേശത്ത് ഉറപ്പോടെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ കറങ്ങി വന്നെങ്കിലും കളിമണ്ണ് പാത്രമാക്കി എടുക്കുന്നതിന്റെ ഇടയിലും അത് ചീത്തയായി പോയി. ദൈവാത്മാവ് വളരെ സ്പഷ്ടമായിട്ട് ഇടപെടുകയാണ്. ചില ജീവിതങ്ങളെ നോക്കി പറയുക, ഓർത്തോണം, ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. എൻ്റെ ജീവിതം ചീത്തയായി പോയാലും, എൻ്റെ ജീവിതം തവിടുപൊടിയായി പോയാലും എനിക്കൊരു ഉറപ്പുണ്ട്, ആ കുശവന്റെ കരത്തിലാ ഞാൻ ചീത്തയായി പോയെങ്കിലും ഇരിക്കുന്നത്. തവിടുപൊടിയായി പോയി ഇരിക്കുന്നതെങ്കിലും കുശവന്റെ കരത്തിൽ ഞാൻ സുരക്ഷിതനാ കേട്ടോ, സുരക്ഷിതനാ. എത്ര പേർക്ക് ആലോചന മനസ്സിലാകുന്നുണ്ട്? ഒരുപക്ഷെ ഇന്നത്തെ നിന്റെ വിഷയത്തിന്റെ നടുവിൽ നീ തവിടുപൊടിയായിരിക്കാം കേട്ടോ, ഒരുപക്ഷെ ചീത്തയായി പോയിരിക്കാം. എന്നാൽ തവിടുപൊടിയാകുന്നതിനെ, ചീത്തയായി പോകുന്നതിനെ വലിച്ചെറിയുന്ന ഒരു കുശവനെയല്ല ഞാനും നീയും ആരാധിക്കുന്നത്. എത്ര പേർ നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുന്നു? എത്ര തവിടുപൊടിയായി പോയാലും, എത്ര ചീത്തയായി പോയാലും എന്നെ വലിച്ചെറിയാത്ത ആ നല്ല കുശവന്റെ കരങ്ങളിൽ ഞാൻ എന്നും സന്തോഷവാനാണെന്ന്. തവിടുപൊടിയായിട്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയിലും നന്ദിയോടെ സ്തുതിച്ചോണം. കർത്താവേ, ഞാൻ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ, ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടൊക്കെയാ പാപം ചെയ്യുന്നത്, പക്ഷെ ഇപ്പോഴും വളവും വെള്ളമൊക്കെ തന്നോണ്ടിരിക്കുക കേട്ടോ.
ഓർത്തോണം, ഇന്നും നിൽക്കുന്നത് 2024 നമ്മുടെ കൂടെയുള്ളവര്, നമ്മുടെ കൂടെ ആരാധിച്ചവര്, നിങ്ങൾ ഡെയിലി ഫോൺ വിളിച്ചോണ്ടിരുന്നവരൊക്കെ തവിട് പൊടിയായി ചീത്തയായി പോയി. മണ്ണോട് മണ്ണ് മറഞ്ഞു പോയപ്പോഴും ചീത്തയായി പോയ എന്നെയും നിന്നെയും, തവിട് പൊടിയായി പോയ എന്നെയും നിന്നെയും വലിച്ചെറിയാതെ, വേസ്റ്റ് കൊട്ടയിൽ വലിച്ചെറിയാതെ നമ്മളെ തലോടിയ ഒരു കരമുണ്ട്. ആ കരത്തിന്റെ മുന്നിലായിരിക്കുന്ന ദൈവമക്കളെ, ആര് നിന്നോട് ആരാധിക്കാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ദൈവത്തെ ആരാധിച്ചോണം. ആരാധനയിലകട്ടോ തവിട് പൊടിയായി തീർന്നതിനെ, ചീത്തയായി പോയതിന്റെ മേല് ആകൃതി വെപ്പിച്ച മാനപാത്രമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് മറന്നുപോകരുത്. ഇന്ന് ചിലരോടൊക്കെ ചോദിച്ചാൽ പറയും, എന്റെ പാസ്റ്ററേ നിങ്ങൾക്കൊക്കെ നല്ല കൃപയാ. എന്നാൽ ഒരു സഹോദരി എന്നോട് പറയുക, എന്റെ പാസ്റ്ററേ ഇതിനു വേണ്ടി പ്രത്യേക കൃപ വേണം. ഞങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ പാപം ഓർത്താൽ 7 അയലൊക്കെ തടുക്കാനൊക്കത്തില്ല. എന്റെ സഹോദരി, മനുഷ്യൻ ഒരുപക്ഷെ നീ പൊടിഞ്ഞു പോയാൽ, ചീത്തയായി പോയാൽ നിന്നെക്കുറിച്ച് അപവാദം പറയും, നിന്നെ വലിച്ചെറിയും, നിന്നെ വേസ്റ്റ് കൊട്ടയിൽ വലിച്ചെറിയും. എന്നാൽ തവിട് പോയി അടിയായി പോയ നിന്നെ വലിച്ചെറിയാത്ത ഒരു കുശവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായിട്ട് ഇടപെടുന്നു കേട്ടോ. ഈ ദൈവിക സ്പർശനത്തിൽ നിന്ന് നീ വഴുതി വീഴുവാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ദൈവമേ, ഞാൻ ഇന്നലകളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങള്, ഇന്നലകൾ ഞാൻ ചെയ്തു കൂട്ടിയ നിനക്ക് നിരക്കാത്ത ഈ എത്രയോ പാപങ്ങള് ഞാൻ ചെയ്തു കൂട്ടി. ദൈവമേ, എനിക്കിനിയും നന്മ ഉണ്ടാകുമോ? എന്റെ കുഞ്ഞെ, നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാ. ഈ കുശവന്റെ മുന്നിൽ നീ വന്നെങ്കിൽ, ഈ കുശവന്റെ മുന്നിൽ നീ വന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ വലിച്ചെറിയുന്ന ദൈവമല്ല. അവൻ നിന്നെ വീണ്ടും അവന് തോന്നിയതുപോലുള്ളൊരു മാനപാത്രമാക്കി മാറ്റാൻ പോകുകയാണെന്ന് ഞാൻ ആലോചന കൈമാറുമ്പോൾ എത്ര പേർക്ക് നന്ദിയോടുകൂടെ ദൈവത്തെ ആരാധിക്കാനിടയായി തീരും. ചിലരൊക്കെ ഇപ്പം ചിന്തിക്കുന്നു, എനിക്ക് വന്ന രോഗം ഒരുപക്ഷെ ഞാൻ ചെയ്ത രഹസ്യപാപത്തിന്റെ കുറ്റം കൊണ്ടാന്ന്. എന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തത് ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ കൊണ്ടാന്ന്. ദൈവാത്മാവ് സ്പഷ്ടമായിട്ട് ഇടപെടുക. പശ്ചാത്തപിക്കുവാൻ തയ്യാറായാൽ, കണ്ണുനീരോടുകൂടെ നിലവിളിയോടുകൂടെ ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കുവാൻ തയ്യാറായാൽ, അവന്റെ കരം കുറുകിയിട്ടില്ല, അവന്റെ കരത്തിന്റെ കീഴില നീ ആയിരിക്കുന്നത്. അവൻ നിന്നെ വലിച്ചെറിയത്തില്ല. ലോകം മറ്റുള്ളവരെ വലിച്ചെറിഞ്ഞപ്പോൾ, നിന്റെ കൂടെയുള്ളവരെ വലിച്ചെറിഞ്ഞപ്പോൾ, ഈ സാന്നിധ്യം അനുഭവിക്കുന്ന നിന്നെ വലിച്ചെറിയാത്ത ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. എന്നെ ചിന്തിപ്പിച്ചത് ആ ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ പാത്രത്തിന്റെ പേരെന്തുവാ? പ്ലാസ്റ്റിക് പാത്രം ആണോ കളിമൺ പാത്രം എന്നാണോ? കളിമൺ പാത്രം. നമുക്കൊക്കെ അറിയാം, ഈ ചട്ടിയും കലമൊക്കെ പൊട്ടിയാൽ നമ്മളെന്തോ ചെയ്യും? വീണ്ടും സൂക്ഷിച്ചു വെക്കുവോ? വലിച്ചെറിയും. എന്തിനു പറയുന്നു? പ്ലാസ്റ്റിക് പാത്രം പൊട്ടിയാലും, ചവിട്ട് കൊണ്ടാലും, പൊട്ടിയാലും അല്ലെങ്കിൽ ചളുങ്ങിയാലും വീട്ടിൽ സൂക്ഷിച്ചു വെക്കും. എന്തിനു വേണ്ടിയാ? അമ്മാ അപ്പാ എന്തെങ്കിലും എന്ന് പറഞ്ഞ കുറെ പാർട്ടികൾ വരത്തില്ലേ? എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു വരത്തില്ലേ? ശരിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ ആക്രിവർക്കാരേലും നിങ്ങളുടെ ഉടഞ്ഞ ചട്ടിയോ കലോ എടുത്തോണ്ട് നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടോ? ഇല്ല. പ്ലാസ്റ്റിക് മാത്രമാണെങ്കിൽ 5 രൂപയും 10 രൂപയൊക്കെ കിട്ടും അല്ലേ? ആ കുപ്പയെല്ലാം പെറുക്കിക്കൊണ്ട് ഒരു ചാക്കില്ലാത്ത കുറെ കൊണ്ടുവരും. ഇതാ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവരും അല്ലേ? പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, കളിമണ്ണ് പാത്രം അത് ചീത്തയായി പോയാൽ, അത് പൊട്ടിപ്പോയാൽ ആർക്കും വേണ്ട. എന്നാൽ എന്റെ കുശവന്, ലോകത്തിന് വേണ്ടാത്തതാ എന്റെ കുശവന് വേണ്ടിയത്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രികാലം ഒരു വ്യക്തി ജീവിതങ്ങളും ഈ മെസ്സേജ് കേട്ടിട്ട് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തോ. നിന്നെ ആരെല്ലാം വലിച്ചെറിഞ്ഞാലും, ആർക്കെല്ലാം നീ കൊള്ളരുതാത്തവളാണെങ്കിലും കൊള്ളരുതാത്തവനാണെങ്കിലും ദൈവസന്നിധി നിലവിളിക്കുവാൻ തയ്യാറാണോ? അവൻ നിന്നെ വലിച്ചെറിയുന്ന ദൈവമല്ല. മറ്റുള്ളവർ വേസ്റ്റ് കൊട്ടയിലേക്ക്, മറ്റുള്ളവർ നിന്നെ വലിച്ചെറിഞ്ഞ
പൊടിഞ്ഞ സാഹചര്യത്തില് എന്റെ കുശവൻ നിന്നെ വലിച്ചെറിയത്തില്ല. കാരണം അവൻ കളിമണ്ണ് പാത്രമെടുത്ത് ചീത്തയായി പോയതിനെ, ഉടഞ്ഞു പോയതിനെ അവന്റെ കരങ്ങളില് മാനിക്കപ്പെട്ട പാത്രമാക്കി അവൻ മെനഞ്ഞു വെക്കില്ല. ജൂഡാരാബല റൗഡാരാബല ചില കുടുംബങ്ങളോട്, വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക കേട്ടോ. ഇന്ന് നീ അനുഭവിക്കുന്ന നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും ദുഷികളുടെയും നടുവില് വിളിച്ചു പറ, ഞാനൊരു കളിമണ്ണ് പാത്രമാ കർത്താവേ, ഞാൻ ഉടഞ്ഞുപോയി. എന്റെ ഈ അവസ്ഥയില് മറ്റുള്ളവർ എന്നെ വലിച്ചെറിയുമ്പോൾ മറ്റാർക്കും ഞാൻ കൊള്ളരുതാത്തവനാ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എന്നെ കരുതുന്ന ഒരു കുശവനുണ്ട്. ആ കരത്തിൽ ഞാൻ സുരക്ഷിതനാ. അതുകൊണ്ട് വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു മാനപാത്രമാകണമെങ്കിൽ ഉടയപ്പെട്ടേ മതിയാകൂ. ഉടഞ്ഞ പാത്രങ്ങളെയാണ് കുശവൻ മാനപാത്രമായി ദൈവം മാറ്റുന്നത്. അടുത്തൊരു ചിന്തയോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ കളിമണ്ണിനോട് ചോദിച്ചാൽ പറയും, നീ എങ്ങനെ ഇങ്ങനെ ഒരു പാത്രമായി വന്നത്? ആ കളിമണ്ണിന് പറയുവാനിടയായിത്തീരും, എന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ അനുഭവിക്കാത്ത വലിയ ചൂടിന് തീച്ചൂളയിൽ കൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. തീച്ചൂളയുടെ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് ചക്രത്തിന്റെ വേഗതയും കറങ്ങിയതനുസരിച്ച് ഞാൻ കറങ്ങിപ്പോയെന്നാ ചിന്തിച്ചത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്റെ കറക്കം കൂടിയപ്പോഴും എന്റെ മേൽ ആ കരമുണ്ടായിരുന്നു. ആ കരം എന്നെ സ്പർശിച്ചുകൊണ്ടിരുന്നു. എനിക്ക് എത്ര വേഗതയേറിയ തീച്ചൂളയുടെ വേഗതയിൽ കൂടെ, ശോധനയിൽ കൂടെ കടന്നുപോയപ്പോഴും ആ കരസ്പർശനം എന്നെ വിട്ടു മാറിയില്ല. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആലോചനയെ അറിയിക്കുക. നിന്റെ കുടുംബത്തില് നീ ഇന്ന് അനുഭവിക്കുന്ന കറക്കത്തിന്റെ മധ്യത്തില്, ശോധനയുടെ മധ്യത്തില് ആ കുശവന്റെ കരം നിന്റെ കൂടെയുണ്ട്. എന്റെ പ്രിയ സഹോദരി, പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്നെ തലോടിക്കൊണ്ടിരിക്കുന്ന ശോധനയുടെ നടുവില് ആ കരം നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുക. ചില സമയങ്ങളിൽ തവിടുപൊടിയായിരിക്കുമ്പോൾ പൊടിഞ്ഞ് അതിൽ നിന്നും മാറി എല്ലാ ഷേപ്പും മാറിയെന്ന ലോകം പറയുന്നത്. പക്ഷേ പൊടിഞ്ഞുപോയതിനെ വീണ്ടും ചക്രത്തിലേക്ക് തള്ളി നീക്കുക, പ്രസ് ചെയ്തു വെക്കുക. മനസ്സിലാകുന്നുണ്ടോ? പ്രസ് ചെയ്തു വെക്കുക. കളിമണ്ണാണെങ്കിൽ കുഴഞ്ഞിരിക്കും. പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ അച്ചിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. ഞാൻ ഉദാഹരണം പറയാം. ഞാനെപ്പോഴും ചപ്പാത്തിയുടെ കാര്യം പറയാം. അപ്പൊ നിങ്ങൾ ഈ പാർശ്വക്ക് ചപ്പാത്തിയുടെ കാര്യം പറയാനോ സമയമുള്ള ഒന്ന്. ചപ്പാത്തി ഉണ്ടാക്കുന്നത് സഹോദരിമാർക്കറിയാം, സഹോദരന്മാർക്കറിയാം. എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്? കുഴയ്ക്കും. അടയ്ക്ക് കുഴയ്ക്കുന്ന പോലാണോ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത്? നോ. സ്പ്രിങ്കിൾ ചെയ്ത് അല്ലേ, വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് ഒരു പരുവമാകുമ്പോൾ നല്ല ചപ്പാത്തി, സോഫ്റ്റ് ചപ്പാത്തി പുറത്തു വരണമെങ്കിൽ എത്രമാത്രം പ്രസ്സും അടിയും ആ മാവ് ഏൽക്കുന്നുവോ അത്രമാത്രം സോഫ്റ്റ് ആയിട്ടാ അത് പുറത്തു വരുന്നത്. എത്ര പേർക്ക് ആലോചന മനസ്സിലായി? ജീവിതത്തിൽ ഇന്നുവരെ ഇല്ലാത്ത അടികളും പ്രസ്സിങ്ങും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നന്ദിയോടുകൂടെ ദൈവത്തെ ആരാധിച്ചോണം. ഞാൻ പുറത്തു വരുന്നത് എന്നെ സോഫ്റ്റ് ആക്കിയിട്ട ദൈവം എന്നെ കണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ചില വ്യക്തികളെ നോക്കി പറയുക, മറ്റാരിലുമില്ലാത്ത കഷ്ടതയിൽ കൂടെയും നിന്ദയിൽ കൂടെയും അപമാനത്തിൽ കൂടെയും അപവാദത്തിൽ കൂടെയും നീ കടന്നു പോകുമ്പോൾ പറ, എന്നെ പ്രസ് ചെയ്യുന്ന ദൈവമേ, നിന്നെ ഞാൻ നന്ദിയോടുകൂടെ ആരാധിക്കുന്നു. കാരണം ഞാൻ പുറത്തു വരുന്നത് മറ്റുള്ളവർക്ക് സ്വാദേറിയ ഒരു മൂല്യമായിട്ട് ദൈവം എന്നെ മാറ്റുക. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ ബൈബിളിൽ ചീത്തയായി പോയ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇത്ര നേരം കുശവന്റെയും കളിമണ്ണിന്റെ കാര്യമല്ലേ പറഞ്ഞേ? വിശുദ്ധ ബൈബിളിൽ ചീത്തയായി പോയ പാത്രം ഉണ്ടായിരുന്നു. അതിനെ കുശവൻ വലിച്ചെറിഞ്ഞില്ല. ആ കുശവൻ ചീത്തയായി പോയ പാത്രത്തെ കരങ്ങളെടുത്ത് മെനഞ്ഞ് അതിനെ രൂപാന്തരപ്പെടുത്തി മാനപാത്രമാക്കി മാറ്റിയപ്പോൾ ഇന്നലകളിൽ വെളിപ്പെടാത്ത ശുശ്രൂഷ ആ പാത്രത്തിൽ കാണുവാനിടയായി തീർന്നു. തെളിയിക്കാം. വിശുദ്ധ ബൈബിളിൽ നമുക്ക് അറിയാം,
യേശുവിന്റെ ശിഷ്യനായ പത്രോസ് എല്ലാത്തിലും എടുത്തിയാട്ടക്കാരനാ. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ കർത്താവ് മരിച്ചപ്പോൾ, കർത്താവിന്റെ സാന്നിധ്യം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ, കോഴിയെ സാക്ഷി നിർത്തിക്കൊണ്ടാ കേട്ടോ കർത്താവിനെ തള്ളിപ്പറയുക. ഈ യേശു ആരെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. ആ സമയത്ത് ഈ കുശവൻ ചിന്തിച്ചു, അയ്യോ ചീത്തയായി പോയല്ലോ എന്ന്. എന്നാൽ ആ ചീത്തയായി പോയ പാത്രമാകുന്ന പത്രോസിനെ വീണ്ടും ആ നല്ലവനായ കുശവന് അവൻ മെടഞ്ഞ രൂപാന്തരപ്പെടുത്തി പണിതെടുത്തപ്പോൾ മാനപാത്രമായി പുറത്തു വരുന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? പെന്തക്കോസ്ത് നാള് മർക്കോസിന്റെ മാളിക മുറിയില് അവൻ എഴുന്നേറ്റപ്പോൾ അവന്റെ ഒറ്റ പ്രസംഗത്തില് 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നുവെങ്കിൽ അവിടെയും ഒതുങ്ങിയില്ല. അവന് നൽകിയ മാനമായ പാത്രത്തിന്റെ പ്രത്യേകത, അവന്റെ നിഴൽ തട്ടുന്നിടത്ത് രോഗികൾ സൗഖ്യമാകുവാൻ ഇടയായെങ്കിൽ ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളണം, നീ ചീത്തയായി പോയാലും അവൻ നിന്നെ വലിച്ചെറിയാതെ മാനപാത്രമാക്കി മാറ്റുമ്പോൾ ഇന്നലകളിൽ നിന്നിൽ വെളിപ്പെടാത്ത അനുഗ്രഹം, ഇന്നലകളിൽ നിന്റെ മുന്നിൽ തുറക്കാത്ത വാതിലുകൾ, ഇന്നലകളിൽ നിന്റെ മുന്നിൽ തുറക്കാത്ത വഴികൾ അവൻ മാനപാത്രമാക്കി മാറ്റുക. അല്പസമയം ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്നലകൾ നിന്റെ ശുശ്രൂഷയെ നോക്കി അപമാനപ്പെടുത്താൻ വന്നവരാ, നിന്റെ കുടുംബത്തെ നോക്കി ചീത്തയായി പോയെന്ന് വലിച്ചെറിഞ്ഞവരുടെ നടുവില് ആ കുശവൻ നിന്നെ കരങ്ങളിലെടുക്കും. പക്ഷേ ഒറ്റ കാര്യം ആ പത്രോസ് ചെയ്തു. അവൻ പശ്ചാത്തപിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ചപ്പോൾ പുറത്തു വരുന്നത് മീന്റെ ഗന്ധമുള്ള മുക്കുവന്റെ ശബ്ദമല്ല, മുക്കുവന്റെ കരത്തിന്റെ സ്പർശനമല്ല. അവന് മുടന്തുള്ളവന്റെ അടുത്ത് ചെന്നപ്പോൾ നസ്രനായ യേശുവിന്റെ നാമത്തില് എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ പുറത്തു കിടന്നവനെ അകത്ത് കടത്തി ആരാധിപ്പിച്ചെങ്കിൽ ചിലരോടുള്ള ദൈവത്തിന്റെ ആലോചനയാ, നീ ചീത്തയായതല്ല ദൈവത്തിന് വിഷയം. പശ്ചാത്തപിച്ചോ, ദൈവം പ്രവർത്തിക്കാൻ പോകുക. വേറൊരു പുതിയ നിയമത്തിലൊരു വ്യക്തിയുണ്ട്. എല്ലാമുണ്ട്. മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു കാലത്ത് ചീത്തയായി നടന്നവൻ തച്ചനായ ക്രിസ്തുവിന്റെ മാർഗത്തെ നശിപ്പിക്കുവാൻ വേണ്ടി, സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി എല്ലാ നിയമങ്ങളും കരങ്ങളിലെടുത്ത് ദമസ്കോസിന്റെ പടിവാതിക്കൽ ചെന്നപ്പോൾ കുശവന്റെ കരം അവനെ സ്പർശിക്കുവാനിടയായി തീർന്നു. അവിടെ വെച്ച് അവന്റെ ബാഹ്യ കണ്ണിന് അന്ധത വന്നപ്പോൾ അവന്റെ അകമയുള്ള കണ്ണിനെ തുറപ്പിക്കുവാനിടയായി തീർന്നു. എന്തോ അവിടെ നിന്നുണ്ടായത്? മാനപാത്രമാക്കി മാറിയപ്പോൾ അവൻ പറയുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ആർക്കും കഴിയില്ല. ഓ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഈ മാന്യമായ പാത്രത്തിനെ ഒതുക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ തീരുമാനമെടുക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ മുന്നിലുള്ള സാഹചര്യങ്ങൾ എത്ര എതിരായിട്ട് വന്നാലും, നിനക്കെതിരെ വെല്ലുവിളി വന്നാലും, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പറ, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന്. അവിടെ കൊണ്ട് തീർന്നോ? ഈ പൗലോസായി മാറിയപ്പോൾ അവനെ കാരാഗൃഹത്തിൽ അടച്ചാലും ഈടുറ്റ ലേഖനങ്ങൾ അവന്റെ ശുശ്രൂഷയിൽ പുറത്തു വരും. അവനെ പുറത്തിറക്കിയാൽ സഭകൾ പണിയുവാനിടയായി തീരുമെന്ന് ചിലരോടുള്ള ദൈവത്തിന്റെ ആലോചനയാ. ക്രിസ്തുവിന്റെ സ്നേഹം നിന്നിൽ ഉള്ളിടത്തോളം കാലം ഏതെല്ലാം കാരാഗൃഹം വന്നാലും അനേകർക്ക് ആശ്വാസമാകുന്ന ഈടുറ്റ ലേഖനങ്ങൾ നിന്നിൽ കൂടെ എഴുതിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന്. അതെങ്ങനെ അറിയുന്നേ? ഈ പാത്രം കൊള്ളാമോ ഇല്ല എന്നുള്ളത് എങ്ങനെ അറിയണം? അതോടെ പറഞ്ഞു നിർത്താൻ സമയമുള്ളൂ. സോറി, ഒരു 5-10 മിനിറ്റ് നീണ്ടുപോയി. ദേവാസന ഒരു 5 മിനിറ്റ് എടുക്കുക. ഒറ്റ കാര്യം, പാത്രം നല്ലതാണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? പ്രത്യേകിച്ച് കൊല്ലത്തൊക്കെ ഉള്ളവർക്കറിയാം അല്ലേ? മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം. ഈ നിങ്ങൾ പോയി മാർക്കറ്റിൽ പോയി കലവും ചട്ടിയും എടുക്കാൻ നേരം എന്തുവാ ഓടിപ്പോയി നോക്കുകയാണോ? തുളസിദാസ്, എങ്ങനാ ഈ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് കലവും ചട്ടിയും മേടിക്കുന്നേ? പോയി മേടിച്ചിട്ട് മാർക്കറ്റിൽ പോയിട്ടൊന്ന് കൊട്ടി നോക്കൂ ഇല്ലേ?
ശരിയല്ലേ? കലോ ശബ്ദമുണ്ടോ? പൊട്ടലുണ്ടോ? നിന്നെ തൊട്ടാൽ അറിയാം, ശബ്ദം പുറത്തു വരും. മനസ്സിലായോ? ഇന്ന് രാത്രികാലം അഭിഷേകമുള്ളവർ പറയണം, എന്നെ ആരെല്ലാം വന്ന് കൊട്ടി നോക്കിയാലും, ആരെല്ലാം വന്ന് എന്നെ തൊട്ടു നോക്കിയാലും, എന്നിൽ നിന്ന് വരുന്ന ശബ്ദമാണ് ഒരു മാനപാത്രത്തിന്റെ ശബ്ദം അറിയുവാൻ ഇടയായിത്തീരുന്നത്. അഭിഷക്തന്മാര്, അഭിഷക്തകളെ ദൈവത്തെ ആരാധിച്ചോ, നിന്റെ ആരാധനയിൽ പുറത്തു വരുന്ന ചില ശബ്ദങ്ങളുണ്ടല്ലോ, ചില വിടുതലുകളോ, ഡെലിവറൻസ് നിന്നിൽ കൂടെ നടക്കാൻ പോകുക, നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുക. മാർക്കറ്റിൽ നിന്നെ കൊണ്ടിട്ടാലും കേട്ടോ, നിന്നെ പൊട്ടിക്കുവാൻ ആരെല്ലാം നോക്കിയാലും പൊട്ടാതെ വണ്ണം നിന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കുശവനുണ്ട്. ആരെല്ലാം വന്ന് കൊട്ടി നോക്കിയാലും അവിടുന്ന് വരുന്ന ശബ്ദത്തിന് പ്രത്യേകതയുണ്ടെന്ന്. എന്താ പറയുന്നത്? കൂജിയൊക്കെ അറിയത്തില്ല, കൂജിയൊക്കെ. ഇന്നെനിക്കറിയാം, ഞാൻ വളരെ ശാന്തമായിട്ടും ഒരു ബൈബിൾ ക്ലാസ് പോലെ തന്നെയാണ് ഞാൻ ഈ മീറ്റിംഗ് കടന്നു പോയത്. എനിക്കറിയാം, ഗ്രേസി ആന്റി പറഞ്ഞായിരുന്നു, എബി പാസ്റ്ററൊക്കെ നല്ല സാവകാശം നിന്ന് പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ കടന്നു പോകുന്നത്. കൂജ എന്തിനു വേണ്ടിയാ? എത്ര ഫ്രിഡ്ജിലെ വെള്ളം ഉണ്ടെങ്കിലും പഴയ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ചോദിച്ചു നോക്കണം, കൂജയ്ക്കകത്ത് ഒഴിച്ച വെള്ളം കുടിച്ചാൽ ഒരു പ്രത്യേകതയാ. എന്താണെന്നറിയാമോ? ആ മണ്ണിൽ നിന്ന് വരുന്ന വെള്ളത്തിന് പ്രത്യേക സ്വാദ. എത്ര പേർക്ക് ആലോചന മനസ്സിലായി? ഞാനും നീയും നിസ്സാരക്കാരനെന്നും കൂജ പോലെ കളിമണ്ണ് വന്ന പൊടിയെന്ന മറ്റുള്ളവർ കാണുന്നത്. എന്നാൽ നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവിന്റെ ആ നദിയുണ്ടല്ലോ, ആത്മാവിന്റെ വെള്ളമുണ്ടല്ലോ, മറ്റുള്ളവർക്ക് സ്വാദിഷ്ടമാക്കുവാൻ 2025 ഈ മീറ്റിംഗില്, ഈ മിനിസ്ട്രിയില് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോവുക. എത്ര പേർ തയ്യാറാ? ഇന്ന് നിന്നെ പലരും കൊട്ടുന്നുണ്ട് കേട്ടോ, പലരും നിന്നെ പൊടിക്കാൻ നോക്കുന്നുണ്ട്. അതിന്റെ നടുവിൽ പറ, എന്നെ പൊടിക്കാതെ വണ്ണം, എന്നെ തകർക്കാതെ വണ്ണം എന്നെ മെനഞ്ഞ ഒരു കരമുണ്ട്. ആ കരത്തിൽ ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതയാണെന്ന്. എന്റെ സഹോദരി സിനിജയിനെ, നീ എത്ര കിടക്കയിൽ കിടന്നാലും ദൈവസന്നിധിയില, വിധേയപ്പെട്ട ദൈവസന്നിധിയില നീ പൂർണ്ണമായിട്ട് ഇറങ്ങി വന്നാൽ നിന്നെ കരുതുന്ന ഒരു കരമുണ്ട് കേട്ടോ, മെടയുന്ന ഒരു കരമുണ്ട്, നിന്നെ മെനയുന്ന ഒരു കരമുണ്ട്. അവൻ നിന്നെ മാനപാത്രമാക്കിയിട്ട് പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവിൽ ഞാൻ ആലോചന കൈമാറുക. പലരുടെയും സാക്ഷ്യം, എന്റെ സാക്ഷ്യം എനിക്ക് പറയുവാനിടയായിത്തീരും. എത്രയോ തവണ പൊടിഞ്ഞരഞ്ഞ് വലിച്ചെറിയപ്പെടേണ്ട അവസ്ഥകൾ കടന്നുപോയി. എന്നാൽ ഇന്നും നിർത്തിയത് എനിക്കറിയാം, എന്റെ ജീവിതത്തിൽ മറ്റാരിലും ഇല്ലാത്ത കറക്കം വന്നതുകൊണ്ടാ ശക്തനാക്കിയിട്ട് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ അഭിഷേകമുള്ള ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചോ. ഈ കറക്കം എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാ എനിക്കിന്ന് ശക്തിയായിട്ട് ഇവിടെ നിൽക്കുവാൻ ഇടയായി തീർന്നത്. പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ കൂടെ അങ്ങ് പറഞ്ഞ് നിർത്തിയേക്കാം. അത് മനുഷ്യൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ സ്റ്റാൻലി പാഷ പറഞ്ഞില്ലായിരുന്നോ, നീ ദൈവത്തെ ടെസ്റ്റ് ചെയ്യല്ല, ദൈവത്തെ നീ ടേസ്റ്റ് ചെയ്യണം. ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്താൽ ടേസ്റ്റായിട്ട് അവൻ പുറത്തു കൊണ്ടുവരുന്നത്. എത്ര പേർക്ക് ആലോചന മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രികാലം മനുഷ്യൻ നിന്നെ ടെസ്റ്റ് ചെയ്താൽ, നിന്നെ വലിച്ചെറിയുമ്പോൾ, ദൈവത്തിന്റെ പണിശാലയിൽ ആ കുശവന്റെ ആലത്തിൽ നീ കയറിയാൽ, ആ കുശവന്റെ വീട്ടിൽ നീ ചെന്നാൽ, അവിടെ കറങ്ങിയ നിന്നെ പുറത്തു വരുന്നത് ഇനിയും ചക്രത്തിലിരിക്കുന്ന ഓർഡിനറി പാത്രമായിട്ടല്ല, ഷോ കേസിൽ നിന്നെ കയറ്റാൻ പോവാ കേട്ടോ. എത്ര പ്രധാനമന്ത്രി വന്നാലും, എത്ര ചീഫ് മിനിസ്റ്റർ വന്നാലും, ഈ കളിമണ്ണായ നിന്നെ അവൻ ഡിസൈൻ ചെയ്ത് ഷേപ്പ് വരുത്തി കേട്ടോ, നിന്നെ ഡിസൈൻ ചെയ്ത് പുറത്തു കൊണ്ടുവന്നാൽ മാന്യതയുടെ പദവി നൽകുന്ന ദിനങ്ങൾ അതിവിദൂരമല്ല എന്ന് മറന്നു പോകരുത് കേട്ടോ. കർമ്മേൽ മിനിസ്ട്രിയെ നോക്കി ദൈവത്തിന്റെ ആലോചന ഇടപെടുക. പൊടിയായ നിന്നെ, കളിമണ്ണായിട്ട് കിടന്ന നിന്നെ, ആകൃതി നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ട് കിടന്ന വ്യക്തി ജീവിതങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഇന്നലകൾ നിനക്കുണ്ടായ വേദനകളും അലച്ചിലുകളും ഒറ്റപ്പെടലുകളും ഞാൻ നിന്നെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിംഗിൽ കൂടെ ഞാൻ നിന്നെ കടത്തിവിട്ടതാ. ഇന്നും ഈ മീറ്റിംഗിൽ ചില പ്രോസസ്സിംഗിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പ് വേണം,
അവൻ നിന്നെ മെനഞ്ഞാൽ ഒരു ചുളുക്കവും കൂടാതെ, ഒരു ചതവും കൂടാതെ, ഒരു പൊട്ടലും കൂടാതെ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. സ്നേഹശ്രീ, നീ ദൈവത്തെ ആരാധിച്ചോ? നീ വിശ്വാസത്തോടു കൂടെ പറ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന ടെസ്റ്റുകളിൽ കൂടെ ഞാൻ കടന്നു പോയാലും, എത്ര ശോധനയിൽ കൂടെ ഞാൻ കടന്നു പോയാലും, റോസമ്മ ജേക്കബ് ദൈവത്തെ ആരാധിച്ചോ? ഇന്നലകളിൽ നിനക്ക് മറ്റാരിലും ഇല്ലാത്ത ചില ടെസ്റ്റുകളിൽ കൂടെ ഞാൻ നിന്നെ പ്രോസസ്സിങ്ങിൽ കൂടെ നീ കടന്നു പോകുന്നത്. ദൈവസന്നിധിയിൽ ആര്യ ദൈവത്തെ ആരാധിച്ചോ? നിനക്ക് ഡിസിഷൻ എടുക്കുവാൻ കഴിയാതെ വണ്ണം ഇന്ന വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നീ കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേലെ ദൈവം നിന്നെ പ്രോസസ്സിങ്ങിൽ കൂടെ കടത്തിവിടുക. അവിടെ പറ, എന്നെ ഡിസൈൻ ചെയ്ത് മാനപാത്രമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ബ്ലസ്സി മാത്യു ദൈവത്തെ ആരാധിച്ചോ? നീ ഒരു പ്രോസസ്സിങ്ങിൽ കൂടെ കടന്നു പോകുന്നത്. തുളസിദാസെ ദൈവത്തെ ആരാധിച്ചോ? ഇന്ന് രാത്രിക്കാലം നിന്റെ മുന്നിൽ പലതും അടഞ്ഞു കിടക്കുമ്പോൾ നീ ഒരു പ്രോസസ്സിങ്ങിൽ കൂടെ കടന്നു പോകുന്നുവെന്ന് ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറായാൽ, ചില പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്നവരെ ഡിസൈൻ ചെയ്ത് ഷേപ്പ് വരുത്തി അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. എത്ര വലിച്ച എറിയപ്പെട്ടാലും ഓർത്തുകൊള്ളണം, ആരെല്ലാം നിന്നെ വലിച്ചെറിയാൻ നോക്കിയാലും ആ സുരക്ഷിതമായ ഷോക്കേസിൽ നീ പെർഫെക്റ്റ് ആക്കി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ബിന്ദു സിസ്റ്ററെ, ദൈവാത്മാവ് ഇടപെടുന്നു. ഇന്ന് നീ കടന്നു പോകുന്ന ശോധനയുണ്ടല്ലോ, ഇന്ന് നിന്റെ നിലവിളിയുടെ നടുവിലുണ്ടല്ലോ, കണ്ണുനീരിന്റെ നടുവിലുണ്ടല്ലോ, അവിടെ പറ, കഷ്ടതയുടെ തീച്ചൂള എന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ഒരു വിലപിടിപ്പുള്ള പൊന്നാക്കി കർത്താവിനെ പുറത്തു കൊണ്ടുവരാൻ പോവുക കേട്ടോ. ഇന്ന് രാത്രിക്കാലം ആരോടൊക്കെയോ ദൂത് പറയുക. ഇന്ന് പലപ്പോഴും ഒരു കാര്യം കൂടെ ഞാൻ പറയുക, ഈ പാത്രം ചില സമയത്ത് ആകൃതി വരും, ഈ പാത്രത്തിന് ആകൃതി വരും, ഷേപ്പെല്ലാം വരും. പക്ഷേ ആ ചക്രത്തിൽ നിന്ന് പുറത്ത് അതിനെ പ്രത്യേക സ്ഥലത്ത് മാറ്റി കഴിയുമ്പോൾ ഈ ചൂട് സഹിക്കാൻ കഴിയാതെ വണ്ണം ചിലതിന് ചില പൊട്ടലുകള്, വിള്ളലുകൾ വരാൻ ചാൻസ് ഉണ്ട്. വളരെ ശ്രദ്ധയോടെ ഇരുന്നോണം. ലാസ്റ്റ് ചിന്തയാണ്, വിള്ളലുകൾ കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്, പൊട്ടലുകൾ കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ കുശവൻ എന്താ ചെയ്യുന്ന അറിയാമോ? അവന്റെ അടുത്ത് ഒരു ബക്കറ്റ് വെള്ളമുണ്ട്. ആ ഒരു ബക്കറ്റ് വെള്ളം മുഴുവനായിട്ട് കൊണ്ട് ഒഴിക്കുകയല്ല, അവന്റെ കരങ്ങളിൽ എടുത്തിട്ട് അവൻ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാറുണ്ട്. എന്താണെന്നറിയാമോ? ഒരു നനവിന് വേണ്ടി, ഒരു ശാന്തതയ്ക്ക് വേണ്ടി. ഇന്ന് രാത്രിക്കാലം ചില കുടുംബങ്ങളെ നോക്കി പറയുക, നിന്റെ മറ്റാരിലുമില്ലാത്ത കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴും ആത്മാവിന്റെ ഒരു സ്പ്രിങ്കിള് ചെയ്യുന്ന ഒരു കുശവൻ നിനക്ക് വേണ്ടിയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പ്രിങ്കിള് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുക കേട്ടോ. തകർന്നു പോയെന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത്, ഒരുപക്ഷെ നശിച്ചു പോയെന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത് നിന്നെ സ്പ്രിങ്കിൾ ചെയ്യുന്ന ഒരു ആത്മാവിന്റെ പരിവർത്തനം ഈ മീറ്റിംഗിൽ വെളിപ്പെടുക. എല്ലാ കണ്ണും അടയട്ടെ. രോഗിയായിട്ട് ഭാരം അനുഭവിക്കുന്നവര്, വിഷയങ്ങളുടെ മേൽ കുഴയുന്നവര്, അവർ നെഞ്ചത്തോട് നെഞ്ച് കരങ്ങൾ വെച്ച് പറ, എനിക്ക് വേണ്ടി സ്പ്രിങ്കിൾ ചെയ്യുന്ന ഒരു കരമുണ്ട്, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ബലപ്പെടുത്തുന്ന ഒരു കരമുണ്ട്. എന്റെ ഒറ്റപ്പെടലുകളുടെ നടുവില്, വിള്ളലായ അവസ്ഥയില് എന്നെ ഒരുപക്ഷെങ്കില് ഭർത്താവിനെ ഉപദ്രവിക്കുമായിരിക്കാം, ഒരുപക്ഷെ എന്റെ മക്കള് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, അതിന്റെ നടുവിൽ പറ, എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരാത്മാവിന്റെ ചലനം ഇന്ന് രാത്രികാലം വെളിപ്പെട്ടു വരിക. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പല വിള്ളലുകൾ കൂടെ കടന്നു പോകുന്നവർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. നാളെ എന്തായി തീരുമെന്ന്, ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തായി തീരുമെന്ന് കുഴയുവാണോ ഞാൻ കുഴഞ്ഞു കിടക്കുകയാണോ? എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഡിസൈൻ വരുത്തുന്നില്ല? എന്തുകൊണ്ട് എനിക്കൊരു പാത്രമായിട്ട് പുറത്തു വരുവാൻ കഴിയുന്നില്ല? കറക്കം കൂടുകയാണ്. എപ്പോഴാ കർത്താവേ ഇതിൽ നിന്ന് ഞാനൊന്ന് പുറത്തു വരുന്നത്? ദൈവാത്മാവ് ഇടപെടുക. നിന്റെ രോഗം, ഇന്ന് നിന്നെ കറക്കിക്കൊണ്ടിരിക്കുന്ന രോഗം, ഒരുപക്ഷെങ്കിൽ ഇന്ന് നിന്നെ കറക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഭാവിയുടെ ചിന്തകള് ഇന്ന് രാത്രിക്കാലം അവനിൽ സമർപ്പിക്കുക. ആ കരം നിനക്ക് വേണ്ടി തലോടുക മാത്രമല്ല, നീ പൊട്ടാവുന്ന സാഹചര്യം വരുമ്പോൾ, വിള്ളലേൽക്കാവുന്ന സാഹചര്യം വരുമ്പോൾ സ്പ്രിങ്കിൾ ചെയ്ത് നിന്നെ മാനിക്കുന്ന ദിനങ്ങൾ അതിവിദൂരമല്ല എന്ന് ആത്മാവിൽ ദൂത് കൈമാറുമ്പോൾ എത്ര പേർക്ക് നന്ദിയോടുകൂടെ ദൈവത്തെ ആരാധിക്കാനിടയായി തീരും. സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണല്ലോ. ദൈവാത്മാവ് ഇടപെടുന്നു. എൻ്റെ കുഞ്ഞെ, ഒരുപക്ഷെ ഈ മീറ്റിംഗ് നീ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്, ഈ സന്ദേശം നീ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ചെറ്റക്കുടിൽ നീ കിടക്കുമ്പോഴും ചോർന്നൊലിക്കുന്ന
വീടിനുള്ളിൽ നീ കിടക്കുമ്പോഴും നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുന്ന അരുളപ്പാടുണ്ടല്ലോ, ദർശനമുണ്ടല്ലോ, സ്വപ്നമുണ്ടല്ലോ. ഞാൻ നിന്നെ അടുത്ത തലത്തിലേക്ക് കടത്തിവിടുകയാണ്. കർത്താവേ, എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കറക്കമാ, പല മീറ്റിങ്ങുകൾക്ക് ഞാൻ പങ്കെടുക്കുന്നു. എന്ന് എന്നോടുള്ള വാഗ്ദത്തം നിറവേറും. പലരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. എന്ന് എൻ്റെ വാഗ്ദത്തം നിറവേറും. കുഞ്ഞേ, വാഗ്ദത്തം കേട്ട നിന്റെ ജീവിതത്തിൽ എത്രമാത്രം അടികൾ വന്നാലും, എത്രമാത്രം ചവിട്ടുകൾ വന്നാലും, എത്രമാത്രം വേദനകൾ വന്നാലും, ഒരു കാര്യത്തിൽ ഉറപ്പോടുകൂടെ പറയണം, ചതഞ്ഞ എന്നെ, ചതഞ്ഞ താഴ്ന്നു പോയ എന്നെ, ഒത്തിരി പേരെന്നെ ചവിട്ടി ഒതുക്കിയ സ്ഥാനത്ത് നിന്ന് അവരാരും കാണാതെ, അവരുടെ കണ്ണിൽപ്പെടാതെ, അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്നെ തേടി വന്ന് എന്നെ ഒരു പാത്രമായിട്ട് കണ്ട ആ കുശവ ഇന്നും നീ എനിക്ക് വേണ്ടി വഴി തുറക്കുവാൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഈ വചനമേ സഹായിക്കുമാറാകട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തദാസിക്കും പ്രിയ കർത്തദാസനും ഈ ടീമിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട്, എൻ്റെ ഈ മെസ്സേജ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന, ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ. ഹലോ. പറഞ്ഞോ, കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കരുണയാവാനും നിത്യനുമായ ദൈവം, ഹല്ലേലൂയ. ഇത്രയധികം സമയം കർത്താവെ അവിടുന്ന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഇന്ന് രാത്രികാലം അവിടുന്ന് കേൾക്കുവാൻ, ഹല്ലേലൂയ, ദൈവം കൊടുത്ത ആ അവസരം കർത്താവെ അവിടുന്ന് തക്ക സമയത്ത് അത് ഉപയോഗിക്കുവാനും നമ്മളോട് ഓരോരുത്തർക്കും നല്ല ദൂതുകൾ കൈമാറുവാനും പ്രിയ ദൈവദാസനെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തി ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവെ അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, നിന്റെ സകല തകർച്ചകൾക്കും മാറ്റി അവിടുന്ന് നിനക്ക് മാനപാത്രമായി മാറ്റുന്നൊരു സന്ദേശം കർത്താവ് ഇന്ന് കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും ഉടഞ്ഞുപോയ അവസ്ഥയിൽ കർത്താവ് വീണ്ടും നീ സ്വയം ഏൽപ്പിച്ചു കൊടുത്താൽ കുശവന്റെ ആഗ്രഹപ്രകാരം നിന്റെ ജീവിതം മെനഞ്ഞെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമെന്ന് കർത്താവെ അവിടുന്ന് കാണിച്ചു തന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സുധിൻ ബ്രദറെ കേൾക്കുന്നില്ലല്ലോ. സ്തോത്രം. അത് ഒരല്പം നെറ്റ് പ്രോബ്ലമായി സിസ്റ്ററെ, അതുകൊണ്ട് പറ്റേ. ഇപ്പൊ കേൾക്കാമോ? കണ്ടിന്യൂ ചെയ്തോ. പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്തോ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനം കേൾപ്പാൻ ദൈവദാസന് കൂടെ നമ്മളെ ദൈവം സഹായിച്ചു. ദൈവദാസനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. വിവിധ മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന അഭിഷിക്തന്മാരൊക്കെ ഇന്ന് രാത്രി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരോടും ദൈവനാമത്തിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. എബിപ്പാസ്റ്ററെ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യണേ. ബിനോയ് പാസ്റ്ററെ, നമ്മുടെ എബി പാസ്റ്റർ സുഖമില്ലാതിരിക്കുകയാണ്. പ്രത്യേകിച്ച് എബി പാസ്റ്ററെ ഓർത്തൊന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കണം. പാസ്റ്റർ ഞങ്ങളും അയലോക്കമാണ്. ഞങ്ങൾ ഒരുമിച്ച് 2 മീറ്റിംഗിൽ ഒരുമിച്ച് പങ്കെടുത്തു. ഇനി അദ്ദേഹം, ഞാനിപ്പോൾ ഇച്ചിരി ദൂരെയാണ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കാണും. ദൈവം അനുഗ്രഹിക്കട്ടെ. എബി പാസ്റ്റർ പ്രാർത്ഥിക്കും. എബി പാസ്റ്ററെ മ്യൂട്ട് ഓൺ ആക്കി പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ,
നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നല്ലൊരു കൂട്ടായ്മ കർത്താവ് ഞങ്ങൾക്ക് കൂടി ഒരുക്കി നൽകിയതിനായി സ്തുതിക്കുന്നു. അല്ലെങ്കിൽ ഈ നല്ല കുശവനാകുന്ന യേശുവിന്റെ അടുക്കൽ ഞങ്ങളെ ഇന്ന് കൊണ്ടുവരികയും കളിമണ്ണാകുന്ന ഞങ്ങളുടെ മേൽ ആത്മപകർച്ച ഉണ്ടായി നനവ് നഷ്ടപ്പെടാതെ, ഈർപ്പം നഷ്ടപ്പെടാതെ, തിരുവചനം പറയുന്ന പോലെ നീ നനവുള്ള തോട്ടം പോലെ ആയിരിക്കും കർത്താവേ. ആമേ സ്തോത്രം. ഞങ്ങളെ വരണ്ട പോകേണ്ട ഓരോ ദിവസങ്ങളിലും, ആമേ വറ്റി വരണ്ട പോകേണ്ട ഓരോ നാളുകളിലും, ഡ്രൈനസ് പിടിക്കേണ്ട ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ തണുപ്പ് നൽകി, വചനത്തിന്റെ സ്തോത്രം ആ തണുപ്പ് നൽകി, ജലാംശം ഞങ്ങളെ നിലനിർത്തി ഞങ്ങളെ അനുദിനം സൂക്ഷിക്കുന്നതിനായി സ്തുതിക്കുകയാകുന്ന കർത്താവേ. വിള്ളൽ വരാതെ സ്തോത്രം അങ്ങയ്ക്ക് വേണ്ടി സ്തോത്രം ഹല്ലേലൂയ നല്ല വാക്കുകളെ പറയുവാൻ, അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പറയുന്ന നല്ലൊരു കളിമണ്ണ് പോലെ കർത്താവ് ഞങ്ങളെ വാർത്തെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ഭൃത്യനെ ബലപ്പെടുത്തതിനായി സ്തുതിക്കുകയാകുന്ന കർത്താവേ. വിനോയ് പാഷ കുടുംബമായി ഞങ്ങൾ ബ്ലസ് ചെയ്യുന്ന കർത്താവേ. ജനത്തിന് വേണ്ടി കൂറിന്റെ മര്യാദ പ്രകാരം കർത്താവെ ആലയത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ സക്കറിയാവനും സ്തോത്രന്റെ കുടുംബത്തിനുണ്ടായതായ ഒരു ദൈവിക സന്ദർശനം പോലെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ വചനം സംസാരിച്ചതിന്റെ ആ ഒരു നന്മ തന്റെ കുടുംബത്തിൽ വ്യാപരിച്ചതിനായി സ്തുതിക്കുകയാകുന്നു. സൗഖ്യം പ്രാപിച്ചവരെ നിലനിർത്തണമേ, മാനസികമായി ബലപ്പെട്ടവരെ നിലനിർത്തണമേ, ആത്മീയ ഉത്തേജനം പ്രാപിച്ചവരെ നിലനിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളെ കർത്താവ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാകുന്നു കർത്താവെ. പുത്രന്റെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേട്ട് ഉത്തരം പറയണം പിതാവേ, ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ പിതാവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ. പ്രത്യേകം താങ്ക്സ് പാസ്റ്ററെ. തുടർന്ന് ഞങ്ങളുടെ മീറ്റിംഗിൽ സമയം കിട്ടുമ്പോഴൊക്കെ ജോയിൻ ആകണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ അമേരിക്കയിലുള്ള സകല ദൈവദാസന്മാരും ഗ്രൂപ്പിൽ കയറട്ടെ. ദൈവം എല്ലാവരും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എബിപാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം. എബിപാസ്റ്റർ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. പനിയാണോ? ഒരു സെക്കൻഡ്. ഗ്രേസി ആന്റി, നമ്മുടെ സിനി ജെയിന് ഒരു ദിവസം ഈ ഗ്രൂപ്പില് സാക്ഷിയൊക്കെ പറയാൻ ഒരു അവസരം കൊടുക്കണം. കാരണം തീർച്ചയായിട്ടും മരണത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നതാണ്. അപ്പം സിനി ജെയിന് എന്നാന്നുള്ളതെന്ന് പറഞ്ഞാൽ മതി. ശക്തമായിട്ട് ദൈവം ചെയ്ത വിടുതലൊക്കെ ഒന്ന് ഒരു ദിവസം, അത് പക്ഷേ 1 മണിക്കൂറെങ്കിലും വേണം അത് പറയണമെങ്കിൽ. യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് പലർക്കും ഒരു അനുഗ്രഹമായിരിക്കും. ഓക്കെ, സിനി ജെയിൻ കേൾക്കുന്നുണ്ടോ? മ്യൂട്ടാണ് സിസ്റ്ററെ. മ്യൂട്ടാണ് സിനി ജെയിൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശാ പുന്നൂസ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസിയാണ്. ധാരാളം ദൈവദാസിമാരൊക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കട്ടെ. ഈ പാസ്റ്ററെ കാണാൻ ഞാൻ ഇങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അടുത്ത മാസം ഇങ്ങോട്ട് ഇറങ്ങണം. ഞാൻ വിളിക്കാം കേട്ടോ. ഞാൻ ഒഫീഷ്യലി മാറിയിട്ടില്ല. ഓക്കെ, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എനിക്ക് പനിയായിട്ടല്ല വന്നത്. ഇന്നലെ ക്ലിനിക്കിൽ പോയപ്പോൾ അവര് പറഞ്ഞത് ജോലി സ്ഥലത്ത് ഞാൻ കൂളറിലല്ലേ നിൽക്കുന്നേ പാസ്റ്ററെ. കൂളറിനകത്തുനിന്ന് ഒരു ഫംഗസ് എന്റെ ചെവിക്കകത്ത് കയറിയതാണ്. ഇതുവരെ വെയർ ഹൗസിൽ നിന്ന് എങ്ങനെ കൊണ്ടുവരുന്ന അറിയത്തില്ല. അങ്ങനെ ഒരു ഫംഗസ് കയറിയതാ. അത് ഇങ്ങനെ ചെവിക്കകത്ത് കിടന്നു. ഈ ഭാഗത്തായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഇന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മാറി. പക്ഷെ ഒത്തിരി ആശ്വാസങ്ങളും ഒത്തിരി സൗഖ്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും. ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോളാം. ദൈവം വിടുവിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ അമേരിക്കയിൽ ഡാളസിലൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനാണ് അദ്ദേഹം. എൻ്റെ ചർച്ചിൽ ഒരു 3-4 പ്രാവശ്യം വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ തൊട്ട അയലോക്കമായിരുന്നു. ഇപ്പം പുതിയ വീട് വെച്ചപ്പോൾ ഞങ്ങൾ ഇച്ചിരി ദൂരെ ആയിപ്പോയെന്നേ ഉള്ളൂ. വീണ്ടും കാണാൻ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. പ്രാർത്ഥിച്ചോളാം. ഓക്കെ ഗ്രേസി ആൻറ്റി, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു എവരിബഡി.